സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ മറച്ച് അവിടുത്തെ കൃപയുടെ കരങ്ങൾക്കുള്ളിൽ ഞങ്ങളെ മറച്ച് നടത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കർത്താവെ, ഞങ്ങൾ പാട്ടുകളെ പാടി അവിടുത്തെ ആരാധിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുമാറാകണം. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ, ആ കരങ്ങളുടെ ബലം ഞങ്ങൾ അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണം. ഗാനങ്ങൾ ലീഡ് ചെയ്യുന്ന അവിടുത്തെ ദാസനെ നിന്റെ കരങ്ങളിലേക്ക് വയ്ക്കുന്നു. തൻ്റെ ശുശ്രൂഷയെ മാനിക്കുമാറാകണം, കൃപകളാൽ നിറയ്ക്കുമാറാകണം, ശക്തീകരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ നാമം ഉയർത്തുവാൻ അവിടുന്ന് സഹായിച്ചാട്ടെ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് കടന്നു വന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമം ഉയർത്തുവാൻ സഹായിച്ചാട്ടെ. യാതൊരു വിധമായ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും ഉണ്ടാകാതെ അവിടുന്ന് കാത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മളുടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരു ദിവസം കൂടെ നമ്മൾക്ക് ഒരുക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ കൃപകളും കരുണകളും നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയതായിരുന്നു. നമ്മൾക്ക് ആ കൃപകളെ ഓർത്ത്, ദൈവം നടത്തുന്ന വഴികളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് നന്ദിയോടെ പാടി ആരാധിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രിയ പ്രൈസ് തോമസ് നമ്മളോടുകൂടെ ഉണ്ട്. അദ്ദേഹം ഗാനശുശ്രൂഷയിൽ നമ്മളെ സഹായിക്കും. അറിയാമെന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തോടു കൂടി നമ്മൾക്ക് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. പാസ്റ്റർ പ്രൈസ് തോമസ്. താങ്ക് യു. കർത്താവിൻ്റെ ദാസൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് ഇപ്രകാരം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം നൽകി തന്ന നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഇന്ന് ഈ സമയമായിരിക്കാൻ ദൈവം നമ്മളെല്ലാവരും ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. ശേഷാൽ ഇഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ നല്ല നിമിഷങ്ങളിൽ ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച് പ്രിയ ലിൻഡെ ആൻറ്റി, അതുപോലെ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവർക്കും വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരുമിച്ച് പാട്ടുകളെ പാടി നമുക്ക് കർത്താവിനെ ഈ സമയം മഹത്വപ്പെടുത്താം. മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ നീ മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, നീ മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ നീ മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, നീയല്ലാതാരുമില്ലീ നീറുന്ന ശോധനയിൽ, നീയല്ലാതാരുമില്ലീ നീറുന്ന ശോധനയിൽ, താങ്ങിടുവാൻ പ്രിയനേ, തള്ളരുതേഴ എന്നെ,
താങ്ങിടുവാൻ പ്രിയനേ, തള്ളരുതേഴയെന്നെ, നീ മതി എന്നേശുവേ. ഈ മരുഭൂയാത്രയിൽ നീ മതി എന്നേശുവേ. ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. ഉള്ളം കലങ്ങിടുമ്പോ ഉറ്റവർ മാറിടുമ്പോ, ഉള്ളം കലങ്ങിടുമ്പോ ഉറ്റവർ മാറിടുമ്പോ, ഉന്നതനന്ദനനേ ഉണ്ടെനിക്കാശ്രയം നീ. ഉന്നതനന്ദനനേ ഉണ്ടെനിക്കാശ്രയം നീ. നീ മതി എന്നേശുവേ. ഈ മരുഭൂയാത്രയിൽ നീ മതി എന്നേശുവേ. ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. നീ മതി എന്നേശുവേ. ഈ മരുഭൂയാത്രയിൽ നീ മതി എന്നേശുവേ. ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാൻ നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എല്ലാവരും മാറിപ്പോയാലും നമ്മളെ കൈവിട്ടാലും നമ്മളെ കൈവിടാത്ത വിശ്വസ്തനായ ദൈവത്തെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. ഒരുമിച്ച് നമുക്ക് ചില ഗാനങ്ങളുടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ചേർന്ന് ഒരുമിച്ച് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.
യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. ഓ അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആരാധിച്ചാൽ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസ്ഹാക്കൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. ഓ വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബെന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം കൊടുത്തു. യാക്കോബെന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം കൊടുത്തു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ വിശ്വസിച്ചാൽ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ,
യേശുവിന്റെ രക്തത്താൽ ജയം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ, ഓ ഹല്ലേലൂയ, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ആമേൻ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമ്മളെ സഹായിക്കാൻ ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹൃദയങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ചില മിനിറ്റുകളുടെ കർത്താവിന് നമുക്ക് നന്ദി കരയറ്റാം. എല്ലാ ഹൃദയങ്ങളും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തോട് നമുക്ക് നന്ദി കരയറ്റാം. സ്വർഗീയമായ കരുതൽ ഇന്ന് രാത്രിയിലും ഈ സമയങ്ങളിൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുവാൻ നമ്മളെ തന്നെ പിന്നെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. 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 ഹല്ലേലൂയ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടുന്നേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടുന്നേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ.
സർവ സൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു പാസ്റ്റർ പ്രൈസ് തോമസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൂതഗണങ്ങൾ പാടി സ്തുതിക്കുന്നവനെ, സർവസൃഷ്ടികളും പാടി സ്തുതിക്കുന്നവനെ ഈ മനുഷ്യരായ നമ്മളുടെ നാവ് കൊണ്ടും പാടി സ്തുതിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നമ്മൾക്ക് പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. സാധാരണ നമ്മൾ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് ഉള്ളത്. പുതിയതായി വിഷയങ്ങളൊന്നുമില്ല. ബ്രദർ ദീപുവിന് വേണ്ടി, സിസ്റ്റർ ചിന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. പലരെയും ദൈവം നിലനിർത്തിയിരിക്കുന്ന അവന്റെ കൃപകൾക്കായി നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മളുടെ രോഗങ്ങളിൽ നമ്മൾക്ക് ആശ്വാസമായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്ന രോഗം പലരെയും പല വിധത്തിൽ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിടുതല് കീമോയിൽ ആയിരിക്കുന്നവരുണ്ട്, കീമോ കഴിഞ്ഞിട്ട് റിക്കവറിയുടെ പ്രോസസ്സിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്കൂളുകളും കോളേജുകളിലും ആയിരിക്കുന്നവര് ദൈവ വഴിയിൽ നിലനിൽക്കുവാൻ, കർത്താവിനെ അറിയാത്തവർ കർത്താവിനെ അറിയുവാനും, കർത്താവിനെ അറിഞ്ഞവർ ആ വഴി വിട്ടു പോകാതെ, സാഹചര്യങ്ങൾക്ക് അടിമകളായി പോകാതെ നിലനിർത്തുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം എത്തി നിൽക്കുന്ന നമ്മളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം വഴികളെ ഒരുക്കി. കുടുംബം എന്ന് പറയുന്ന അടിസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പരിപാടികൾ. അപ്പോൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ അവർ വിടുതൽ പ്രാപിച്ച് കുടുംബമായി ജീവിക്കുവാൻ ദൈവം അവരെ സഹായിക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പല കുടുംബങ്ങളിലും പലവിധമായ പ്രയാസങ്ങളിലായിരിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരെ കുടുംബമായി നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കാനായി പ്രാർത്ഥിക്കുക. ഹ്യൂസ്റ്റണിലുള്ള തമ്പിക്കായി പ്രാർത്ഥിക്കുക, ലളിതയ്ക്കായി പ്രാർത്ഥിക്കുക. മറ്റ് പ്രിയപ്പെട്ടവര് രോഗികളായിരിക്കുന്ന പലവിധമായ രോഗങ്ങളാലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ സീനിയർ സിറ്റിസൺസ് ആയിരിക്കുന്ന
പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. എബ്രഹാം കുര്യൻ ബ്രദറിനായി, സിസ്റ്റർ റേച്ചലിനായി പ്രാർത്ഥിക്കുക, ഫാമിലിക്കായി പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ പലവിധമായ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നു പല സ്റ്റേറ്റുകളിലും. അത് ഒക്കെ സുവിശേഷത്തിന് വിരുദ്ധമായി, സുവിശേഷത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കാം. അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയും പലവിധമായ പ്രശ്നങ്ങൾ നടക്കുന്നു. ദൈവം തൻ്റെ വലിയ പ്രവൃത്തി ഇവിടെയും തികച്ചെടുക്കുവാൻ, ഒരു വശത്ത് ഉണർവ് നടക്കുമ്പോൾ, ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണർവ് നടക്കുമ്പോൾ, മറ്റു പലയിടങ്ങളിലും വലിയ പ്രയാസങ്ങൾ നടക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം തൻ്റെ കരങ്ങളിൽ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് ഇപ്പോൾ സിസ്റ്റർ ഉഷ പൗലോസ് പ്രാർത്ഥിക്കും. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, നല്ല സമയത്തിനായി തിരുനാമത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഈ ആത്മീയ കൂട്ടായ്മ ഹല്ലേലൂയ ഈ വെള്ളിയാഴ്ച വൈകവേളയിലും ഹല്ലേലൂയ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഈ പ്രഭാതയാമത്തില് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ തേജോമനായ ദൈവം തന്ന ആ വിലപ്പെട്ട ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ ദിനരാത്രങ്ങളില് തേജോമനായ ദൈവം ഞങ്ങളായിരുന്ന ദേശത്തെ രാജ്യങ്ങളില് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ഞങ്ങളുടെ തലമുറകളെ ദൈവം സൂക്ഷിച്ചു. എത്രയോ അനർത്ഥങ്ങൾ പതിയിരിക്കുന്ന ലോകത്തില് ഞങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനുമായി കർത്താവെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ. ഈ ആത്മീയ കൂട്ടായ്മയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. ആമൻ. ഇതിന് ഹല്ലേലൂയ കർത്താവെ മുൻപിൽ നിന്ന് അധ്വാനിക്കുന്ന ഞങ്ങളുടെ ദാസനെ ദാസി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രിയമുള്ളവരെ ബലപ്പെടുത്തുന്ന സഹായിക്കണമേ. വാർദ്ധക്യ സഹജമായ ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ നടുവിൽ ദൈവമേ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. തലമുറകളെ വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നീ കൂട്ടായ്മയിൽ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ വചനവുമായി കടന്നു വരുന്ന അങ്ങയുടെ അഭിഷിക്തനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് കൊടുക്കുന്ന നിയോഗത്തോടെ ദൈവം കൊടുക്കുന്നതൊക്കെ വിളിച്ചു പറയുവാൻ ഞങ്ങളുടെ മകന്റെ നാവോടുകൂടെ തിരുസാന്നിധ്യം ഇരിക്കണമേ, സഹായിക്കണമേ. കേൾക്കുന്ന ഏവർക്കും അതൊരു അനുഗ്രഹമാക്കി തീർക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ചെയ്യുവാൻ പ്രിയ അഭിഷക്തനെ ദൈവം ഉപയോഗിച്ചല്ലോ. അതിനായി സ്തോത്രം 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 കർത്താവേ. ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേ ഹല്ലേലൂയ. ക്യാൻസറിന്റെ രോഗത്താല് ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു കർത്താവേ. കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. സർജറി കഴിഞ്ഞവരുണ്ട്. പല വിധത്തില് ശരീരത്തിൽ ക്ലേശത്തിൽ കൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ദൈവകരങ്ങളിൽ തരുന്ന കർത്താവേ. ബ്രദർ പ്രസാദിനായി ഹല്ലേലൂയ വത്സയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ബ്രദർ ജുബിനായി, സിസ്റ്റർ ചിന്നുവിനായി, ദീപക്കിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്റെ ദൈവമേ, പ്രിയമുള്ളവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. ദൈവത്തിന്റെ വചനം അയച്ച് ദൈവം വിടുവിക്കണമേ. സൗഖ്യമാക്കുന്ന കരം ദൈവം അവരെ കരം നീട്ടി അവരെ വിടുവിക്കേണ്ടതിനായി ദൈവസന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അതുപോലെ കർത്താവേ ഡോക്ടർ അനിത, സിസ്റ്റർ ഹല്ലേലൂയ, ബ്രദർ ദിലീപ്, ജിജോ, ഡോക്ടർ അലക്സാനുഷ, പ്രൈസ് ദി ലോർഡ് കർത്താവേ. പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ബ്രദർ തമ്പിക്കായി പ്രാർത്ഥിക്കുന്നു. ബ്രദർ പൊന്നൂസുകുട്ടിക്കായി സ്തോത്രം ചെയ്യുന്നു. ബ്രദർ ബാബുവിനായി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ സുജയ തമ്പി, ബ്രദർ തമ്പിക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. സിസ്റ്റർ ലളിതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബ്രദർ എബ്രഹാം കുര്യനായി, സിസ്റ്റർ റേച്ചലിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പേര് പറയപ്പെട്ട എല്ലാവരെയും പേര് പറയാതെ കർത്താവേ അനവധി പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. പലവിധമായ രോഗത്തിന്റെ അനുഭവത്തിൽ കൂടെ, കഷ്ടതയിൽ കൂടെ, വേദനയിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കപ്പച്ച. അതിവേഗം ഓടുന്ന വചനം അയച്ച് സ്വർഗത്തിലെ ദൈവം വിടുവിക്കണമേ, സഹായിക്കണമേ കർത്താവേ. സൗഖ്യമാക്കുന്ന യഹോവയുടെ കരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് ഈ സഭ
ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ സൗഖ്യമാകട്ടെ, അവർ വിടുവിക്കപ്പെടട്ടെ. അവരെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുവാൻ, കൃപ അനുഭവിപ്പാൻ, സമാധാനം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. ഇന്ന് അമേരിക്കയിൽ തന്നെ അനേകരുടെ ജോലി നഷ്ടപ്പെടുന്നു, അനേകര് ഭാരത്തിൽ കൂടെ, വേദനയിൽ കൂടെ കടന്നു പോകുന്നു. കർത്താവെ, ജോലിയില്ലാതെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. അതുപോലെ ദൈവമേ സ്തുതിക്കുന്ന കർത്താവെ, വിവാഹപ്രായമായ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. അവരുടെ തലമുറകൾക്ക് വേണ്ടി തക്ക തുണകളെ ദൈവം ഒരുക്കി കൊടുക്കണമേ കർത്താവെ. സ്തോത്രം. വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളായി തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ദൈവം അവർക്ക് തലമുറകളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, അനേക യുവതലമുറകള് ഹല്ലേലൂയ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അഡിഷനായി തകർന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ, നശിച്ചു പോകുന്ന തലമുറകളുടെ ഉദ്ധാരണത്തിനായി, അവരുടെ മടങ്ങിവരവിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ഒരു തലമുറ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ കർത്താവെ. ദാസൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഒരു ഭാഗത്ത് ഉണർവ് നടക്കുന്നെങ്കിലും മറുഭാഗത്ത് വളരെയധികം പ്രതികൂലങ്ങളുണ്ട് കർത്താവെ. ആ രാജ്യത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, അനേകരുടെ ജോലി നഷ്ടപ്പെടുന്നു. വളരെ ഹല്ലേലൂയ അവസ്ഥകളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ദൈവം സഹായിക്കണമേ. ആ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. 50 സ്റ്റേറ്റിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ത്യയിൽ അനേക ദൈവദാസന്മാര് ജയിലുകളിൽ കഴിയുന്നു, അതിദാരുണമായി ഉപദ്രവിക്കപ്പെടുകയും പീഡനം അനുഭവിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. ദൈവം അവരെ സഹായിക്കണം, വിടുവിക്കണം. ജയിലിൽ കഴിയുന്നവർക്ക് ദൈവമേ അവിടുന്ന് മോചനം കൊടുക്കണമേ കർത്താവേ. ഇന്ത്യയിൽ സുവിശേഷത്തിനെതിരെ ശക്തമായ എതിർപ്പുകളും വെല്ലുവിളികളും ഉണ്ട് കർത്താവേ. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഇന്നാളുകളിൽ ഒരു വലിയ ആത്മീയ ഉണർവ് ഇന്ത്യയിലും ഉണ്ടാകട്ടെ കർത്താവെ. എല്ലാ സ്റ്റേറ്റിനായി പ്രാർത്ഥിക്കുന്നു, കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. എത്രയോ കൊലപാതകങ്ങള്, എത്രയോ അനിഷ്ട സംഭവങ്ങള് ദൈവമേ അനുദിനവും കേൾക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ വലിയ അരാജകത്വത്തിലേക്ക് ലോകം കൂപ്പുകുത്തുന്നല്ലോ. രാജ്യങ്ങൾ നശിക്കുന്നു, തലമുറകൾ നശിക്കുന്നു, യുദ്ധങ്ങളെ തിരിച്ചറിയാതെ പോകുന്ന കർത്താവേ. മനുഷ്യരിൽ നിന്ന് സ്നേഹം നഷ്ടമാകുന്നു. ക്രൂസിലെ സ്നേഹം അനേകരിൽ വെളിപ്പെടേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ചില തകർന്ന ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന നാളുകളായി മാറട്ടെ കർത്താവേ. ഈ ആത്മീയ കൂട്ടായ്മ അതിന് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ കർത്താവേ. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കകത്തും പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കട്ടെ ഇന്ന് കർത്താവേ. ഈ വൈകവേളയില് സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. പേര് വരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ആത്മാവിലും പരിശുദ്ധാത്മാവ് ജനത്തോട് സംസാരിക്കണമേ. അടിയങ്ങളെ അതിനായി താഴ്ത്തി ഏൽപ്പിക്കുക കർത്താവേ. ദൈവശബ്ദം കേൾക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവമഹത്വവും നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തില് വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പരിപാലിച്ചു. ഇത്രത്തോളം നിലനിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ വചനം സംസാരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നന്ദി പറയുവാൻ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 48 വർഷം. ഈ 26-ാം തീയതി ആവുകയാണ്. 48ാമത്തെ വർഷമാണ്. ഇതുവരെ കർത്താവ് പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദി പറയുന്നു. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വലിയ കാവലായിരുന്നു. കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ
പലവിധമായ പ്രയാസങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വൈഫിന് ചെറിയൊരു പ്രയാസമുണ്ടായത് പലർക്കും അറിയാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസങ്ങള് ടെസ്റ്റുകളും അതിൻ്റെ പുറത്ത് ടെസ്റ്റുകളും ചെയ്ത് ഇന്ന് ബുധനാഴ്ച അവസാനം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു there is nothing to worry about. എന്നാൽ ഒറ്റ റെസ്ട്രിക്ഷനെ വെച്ചിട്ടുള്ളൂ, നവംബർ വരെ ഈ ഇൻസിഡന്റ് ഉണ്ടായത് മുതൽ 3 മാസത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ യാതൊരു റെസ്ട്രിക്ഷൻസും വെച്ചിട്ടില്ല. എന്നാൽ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. പ്രാർത്ഥിച്ച് എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റർ ഷാജി എം പോളിനെ നമ്മൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളോട് ആയിരിക്കുവാൻ എപ്പോഴും സന്മനസ് കാണിക്കുകയും തിരക്കിന്റെ ഇടയിലും സന്മനസ് കാണിക്കുന്ന അദ്ദേഹത്തിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമ്മൾക്ക് വേണ്ടത് ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം. അടുത്ത 1 മണിക്കൂർ സമയം കർത്താവിൻ്റെ ദാസൻ ദൈവവചനത്തിൽ നിന്ന് നമ്മൾക്ക് വേണ്ടത് നൽകി തരുവാനായി നമ്മൾക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പാസ്റ്റർ ഷാജി എം പോൾ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടെ എഡ്സൺ പ്രയർ ഫെലോഷിപ്പിന്റെ അനുഗ്രഹിക്കപ്പെട്ട സൂം പ്ലാറ്റ്ഫോമിൽ എനിക്കവിടെ വന്ന് കർത്താവിന്റെ സന്നിധി നിങ്ങളെ ദൈവത്തിന്റെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ, ആരാധനയോടെ, ഏകാഗ്രതയോടെ, സാന്നിധ്യബോധത്തോടെ ദൈവത്തിന്റെ തിരുമുമ്പാകെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ പറയുന്നു. കർത്താവ് നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ കാത്ത് ദൈവത്തിന്റെ പരിപാലനം നമുക്ക് തരത്തക്ക രീതിയിൽ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. എല്ലാ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. പല പ്രാവശ്യം ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നിട്ടുള്ളത് കൊണ്ട് ആമുഖങ്ങളൊന്നും അധികം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ മത്തായങ്ങള് ലിൻഡെ ആന്റി, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഓർപ്പിച്ചതുപോലെ ശാരീരികമായിട്ട് ആന്റിക്ക് ചില പ്രയാസങ്ങൾ നേരിട്ട സമയത്ത് അറിയാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരം തന്നു. കർത്താവ് ധന്യമായി വീണ്ടും അവരെ ജീവിതത്തിന്റെ അടുത്ത കാലഘട്ടങ്ങളിൽ ഒന്നിച്ച് ശക്തിയോടെ ദൈവരാജ്യത്തിന് വേണ്ടി, നമ്മുടെയൊക്കെ ഉണർവിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ സജീവമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഒട്ടുമിക്കവാറും എല്ലാവരും തന്നെ വളരെ എനിക്ക് പ്രിയപ്പെട്ടവരും അതുപോലെ എന്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രൈസ്, അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസനെ വർഷങ്ങളായി കർത്താവിന്റെ സന്നിധാനത്തിൽ അദ്ദേഹം കുമ്മനാട് സ്വദേശിയാണ്. ഞങ്ങൾ അടുത്ത് ഇവിടെ ഒരുപാട് പ്രാവശ്യം സഹകരിക്കുകയും മസ്കറ്റിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒത്തിരി മീറ്റിങ്ങുകൾ പങ്കെടുക്കാനും ഒക്കെ ദൈവമായി കർത്താവ് ഇടയാക്കി അദ്ദേഹത്തെ ദൈവം ഉയർത്തി അനുഗ്രഹീത ശുശ്രൂഷകനായി നല്ലൊരു രാജ്യത്ത് ഇന്നായിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കുന്ന ഈ നല്ല സന്ദർഭം ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, ദൈവവചനത്തിന്റെ പ്രത്യേകതകൾ, ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിൽ സ്തുതിക്കാനും സ്തോത്രം ചെയ്യാനും തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ദൈവിക അനുഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് അനുഭവിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കാതെ ദൂതിലേക്ക് തന്നെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 15-ാം അധ്യായം 7-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം ഞാൻ വായിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് വചനത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ്, നമ്മൾ ഇരിക്കുന്ന സ്ഥിതി അറിഞ്ഞാണ് ദൈവമായ കർത്താവ് നമുക്ക് വചനത്തെ നൽകി തരികയും വചനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യാൻ ഇടയാകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വചനത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്കുണ്ട്, കർത്താവിനെ കേന്ദ്രീകരിച്ച പറയുന്നതെങ്കിലും വചനം ജഡമായി തീർന്നു എന്ന്. വചനം ജഡമായി തീർന്നു 1:14 അവിടെ ആയിത്തീർന്നു എന്നൊരു വാക്ക്, ജഡമായി തീർന്നു. അന്നത്തെ സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനം ജഡമായി തീർന്നു. അത് കൃപയും സത്യം നിറഞ്ഞതായി നമ്മുടെ മധ്യത്തിൽ പാർത്തു. ഇതുപോലെ ആവശ്യക്കാർക്ക് വേണ്ടി ആയിത്തീരുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇന്നവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ വചനം മരുന്നായിത്തീരും, സൗഖ്യമാക്കാൻ വേണ്ടി. ഇന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം ഇരുട്ടിലാണെങ്കിൽ
ദീപമായി മാറും, പാതയ്ക്ക് ദീപമായി മാറും. ദൈവത്തിന്റെ വചനം തീയായി മാറും. ദൈവത്തിന്റെ വചനം പാറയെ തറക്കുന്ന ചുറ്റികയായി മാറും. ദൈവത്തിന്റെ വചനം ചില വേളയിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ഏറ്റവും ശക്തീകരിക്കാനുള്ള വലിയ മാധ്യമമായി മാറും. അങ്ങനെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വചനം ഇരിക്കുന്നവരുടെ അവസ്ഥ അറിഞ്ഞ്, നമ്മുടെ സ്ഥിതി അറിഞ്ഞ് ആയിത്തീരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് നമ്മളാണ് ആഗ്രഹിക്കേണ്ടത്, കർത്താവേ, ഇന്ന് 1 മണിക്കൂർ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ വചനം എനിക്ക് എന്തായി തീരണം, ഒരു കഥയായി തീരരുത്. ഇത് സ്തോത്രം ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു ആവർത്തന വിരസതയായി തോന്നരുത്. ഇന്ന് എന്റെ വീട്ടിൽ ദൈവത്തിന്റെ വചനം ഒരാളത്വത്തിൽ ഇറങ്ങി വന്ന് ചില കാര്യങ്ങളെ ഇടപെടണം. വചനം കയറി ചില വിഷയങ്ങളെ പിടിക്കാനിടയാകണം. ദൈവത്തിന്റെ വചനം ചില ആളുകളെ തൊടാനിടയാകണം. ദൈവത്തിന്റെ വചനം ചില വിഷയങ്ങൾ വൈപ്പ് ചെയ്ത് കളയുന്നത് പോലെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം ചില കാര്യങ്ങളെ തൂത്തുവാരി കളയാനിടയാകണം. വചനത്തിന് ഈ വക കഴിവുകൾ ഉണ്ട്. ആയിത്തീരാനുള്ള കഴിവ് ദൈവത്തിന്റെ വചനത്തിനുണ്ട്. ജഡമായി തീരാനും, വാളായി തീരാനും, കാറ്റായി തീരാനും, തീയായി തീരാനും, ചുറ്റികയായി തീരാനും ഒക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ കഴിവുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അപാരമായിരിക്കുന്ന ആ കഴിവിനെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഈ 1 മണിക്കൂർ കൊണ്ട് വചനം എന്തായി തീരണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ദൈവസന്നിധി ചില കാര്യങ്ങളെ ചിന്തിക്കാം. 15-ാം അധ്യായം 7-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. യേശുക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് പുതിയ നിയമത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയെ കുറിച്ച് വേദപുസ്തകം പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുസ്തകമാണ്. ബൈബിളിനകത്ത് പ്രാർത്ഥിച്ചവരെ ഒരുപാട് പേരെ കാണാൻ കഴിയും. ജയിച്ചവരെല്ലാം, പ്രശ്നങ്ങളെ തരണം ചെയ്തവർ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവർ, ദർശനങ്ങൾ സഫലമാക്കിയവർ, വാഗ്ദത്തങ്ങൾ കൈവശമാക്കിയവർ, രാജ്യങ്ങളെ പിടിച്ചടക്കിയവർ, സഭ സ്ഥാപിച്ചവർ, പിശാചിനെ തകർത്തവർ, ഇവരെല്ലാം പ്രാർത്ഥിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈബിൾ പ്രാർത്ഥിക്കുന്ന ആളുകളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത കുറെ പ്രസംഗികർക്ക് സമയം കൊടുക്കുക എന്നുള്ളതല്ല, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നതിനിടയിൽ ആളുകളെ അഭിവൃദ്ധിപ്പെടുത്താൻ, ആത്മീക ബലം കൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിന്റെ വചനവും ഉപയോഗിക്കപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് ഈ സൂമിൽ ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂമിൽ ഞാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുന്ന സമയത്ത് എന്റെ ഹൃദയത്തിനകത്ത് എന്റെ ഓട്ടത്തിനും തിരക്കിനും ഇടയിലാണ് വചനങ്ങൾ എന്റെ മനസ്സിൽ വന്ന് വീഴുന്നത്. അത് സ്തോത്രം തക്ക സമയമാകുമ്പോൾ അതിനകത്ത് ഏത് ഭാഗം, ഏത് കാര്യം, ഏത് പ്ലാറ്റ്ഫോമിൽ പറയണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ സൂമിലേക്ക് എനിക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷിക്കണം. പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആളുകൾ, ഒത്തിരി പ്രാർത്ഥിക്കുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥനയെ വിശ്വസിക്കുന്നവർ, പ്രാർത്ഥനയാൽ ജീവിക്കുന്നവർ, പ്രാർത്ഥനയാൽ പ്രശ്നങ്ങളെ തരണം ചെയ്തവർ, പ്രാർത്ഥനയാൽ പിശാചിനെ ഒതുക്കിയവർ, പ്രാർത്ഥനയാൽ തലമുറകളെ വളർത്തുന്നവർ, അങ്ങനെയുള്ളവരാണ് ഈ സൂമിനകത്തുള്ളതെന്നുള്ള ധാരണ എന്റെ ബുദ്ധിക്കകത്തല്ല വന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനറിയാം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ധൈര്യപ്പെടുത്തുക, പ്രാർത്ഥിക്കുന്നവരെ കുറെ കൂടി ശക്തരാക്കുക, പ്രാർത്ഥിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ ധൈര്യപ്പെടുത്തുക എന്നുള്ളത് എന്നെ പോലത്തെ ഒരു ശുശ്രൂഷകനേക്കാൾ നമ്മുടെ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിച്ചാൽ ദൈവമായ കർത്താവ് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന 4-5 കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. അതിനേക്കാൾ മുമ്പ് നിങ്ങളെ ഓർപ്പിക്കാൻ ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ആദ്യമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ദൈവമാണ്. എല്ലാരും കൂടി കണ്ടുപിടിച്ച ഒരു മാർഗമല്ല പ്രാർത്ഥന, മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്ന വാക്ക് വരുന്നത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിനകത്ത് ദൈവമാണ് പറയുന്നത്. ആ വാക്കൊന്ന് കണ്ടിരിക്കുന്നത്, എന്റെ പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ് ബൈബിളിൽ ആദ്യമായി പ്രാർത്ഥന എന്ന ഒരു പദം വരുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്?
അപ്പോൾ ആ പുരുഷനെ അവന്റെ ഭാര്യയായി ഇപ്പോൾ ആ പുരുഷനെ അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇവിടെയാണ് ആദ്യമായി പ്രാർത്ഥിക്കണം എന്നൊരു വാക്ക് വേദപുസ്തകത്തിനകത്ത് വരുന്നത്. ആദാം ദൈവത്തോട് പ്രാർത്ഥിച്ചോ, അബ്രഹാം പ്രാർത്ഥിച്ചോ, അതിനു മുമ്പ് നോഹ പ്രാർത്ഥിച്ചോ എന്നുള്ളതൊന്നും ബൈബിളിൽ വ്യക്തമായ ഒരു വാക്ക് ഞാൻ കണ്ടില്ല. സ്തോത്രം. പ്രാർത്ഥിച്ചില്ല എന്നൊന്നും ഞാൻ സ്ഥാപിക്കുകയല്ല. പക്ഷെ ബൈബിളിൽ ആദ്യമായിട്ടൊരു വാക്ക് വരുന്നത് ഇവിടെയാണ്. ദൈവമാണ് പറയുന്നത്. അബീമേലെക്ക് എന്ന് പറയുന്ന ഒരു രാജാവിനോട് ദൈവം പറയുകയാണ്, അബ്രഹാം ഒരു പ്രവാചകനാണ്. നീ ജീവിച്ചിരിക്കേണ്ടതിന് അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവമായ കർത്താവ് ഒരിക്കലും ഒരു പാഴുപ്പേന പണിയുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവം പറഞ്ഞു, ഒരു പ്രവാചകൻ, ഒരു ദൈവദാസൻ, ഒരു അഭിഷിക്തൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ ഇപ്പൊ അബീമേലെക്ക് രോഗിയായി കിടക്കുമൊന്നും അല്ല. രോഗമായിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്തല്ല ഈ ദൂത് വരുന്നത്. അദ്ദേഹം നല്ല അവിടുത്തെ പശ്ചാത്തലം അറിയാലോ. അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം ഇതാണ്. 20-ാം അധ്യായത്തിന് 1-ാം വാക്യം. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്നു. ഗെരാരിലെത്തി പരദേശിയായി പാർത്തു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗെരാർ രാജാവായ അബീമേലെക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. അപ്പോ നിങ്ങൾക്ക് സഭ്യമായിട്ട് ഞാൻ പറയുന്ന വാക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്റെ കാര്യങ്ങൾ ബോധ്യമാക്കണമല്ലോ. അപ്പോ വയസ്സനായി ക്ഷീണിച്ച് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഒരാളല്ല അബീമേലെക്ക് എന്ന് ഈ വാക്യം വായിച്ചപ്പോ മനസ്സിലായത്. സാറയെ കണ്ടപ്പോൾ സൗന്ദര്യമുള്ള സ്ത്രീയാന്ന് വിളിച്ച് ആളെ വിട്ട് വിളിച്ചോണ്ട് പോകണമെങ്കിൽ അദ്ദേഹം ആരോഗ്യദണ്ഡഗാത്രനായി വികാര വിചാരങ്ങളുള്ളവനായിരിക്കുക. പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ആരോഗ്യത്തോടിരുന്നാലും ബലത്തോടിരുന്നാലും കിരീടം തലയിലുണ്ടെങ്കിലും ചോരത്തളപ്പിലിരുന്നാലും ഇനി മുന്നോട്ട് നീ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അബ്രഹാം പ്രാർത്ഥിക്കണമെന്ന്. സ്തോത്രം. അത് ദൈവമായ കർത്താവ് അബീമേലെക്കിനോട് പറഞ്ഞു. സ്തോത്രം. ഇവിടെയാണ് ആദ്യമായിട്ട് പ്രാർത്ഥന എന്നൊരു വാക്ക് പറയുന്നത്. കുറച്ചുകൂടെ ഞാൻ ഈ ഭാഗത്തെ എന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത പറയാം. 18-ാം അധ്യായത്തിനകത്താണ് മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാം പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവമായ കർത്താവ് അവർ 3 പുരുഷന്മാർ ആ മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിന് നേരെ കയറി വരുന്നു. ദൈവം പ്രത്യക്ഷനായി എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവം അബ്രഹാമിന്റെ വീട്ടിലേക്ക് വരികയാ. അബ്രഹാമിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ആഹാരം കഴിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിന്റെ ഭാര്യ സാറ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ സാറ പറഞ്ഞ് 11-ാമത്തെ വാക്യത്തിൽ 18-ന്റെ എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് എന്നവരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയി. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ? എന്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഞാൻ ഈ ഭാഗങ്ങൾ പ്രാർത്ഥനയുടെ കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഓർപ്പിക്കുക. അപ്പൊ സാറ ദൈവത്തിന്റെ ദൂത് പറഞ്ഞപ്പോൾ പറഞ്ഞു, 11-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. അവിടെ പറയുന്നു, ഒരു പുത്രോത്പാദനത്തിനുള്ള എല്ലാ കാര്യങ്ങളും നിന്നുപോയിരിക്കുന്നു. എന്റെ ശരീരം വർക്കൗട്ടാണ്, ഇനി അതിന് സാധ്യമാകിയില്ല. അത് സാറ സത്യമായിട്ടാ പറഞ്ഞത്. ഇനി എനിക്ക് ശരിക്കും 12-ാമത്തെ വാക്യമൊക്കെ കുറച്ചുകൂടെ വേദപുസ്തകത്തിന്റെ മൂലഭാഷ അതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു വസന്തകാലം എന്നൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയില് നമുക്കറിയാലോ, മഴയൊക്കെ മാറി മഞ്ഞൊക്കെ മാറി ഉത്തമഗീതത്തിൽ വായിക്കുന്നത് പോലെ മഞ്ഞും മഴയൊക്കെ മാറിയിരിക്കുന്നു, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി ഫലം കൊടുക്കുന്ന പൂവിടുന്ന കാലം വന്നിരിക്കുന്നു. മലയാളത്തിൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നെങ്കിലും ആ വാക്ക് എഴുതിന്റെ പ്രത്യേകത ഇതാണ്. സാര പറഞ്ഞത് സത്യമാണ്. ഞാനൊരു വരണ്ട ഭൂമിയായി പോയി, എന്നിൽ ഇനി വിത്ത് മുളയ്ക്കാത്ത സീസൺ മാറിപ്പോയി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സന്ദർശനം ആ മൂലഭാഷാ പ്രയോഗം കൊണ്ട് സാറയെ, ആ കുടുംബത്തെ ഒരു വസന്തകാലം വരുത്തിയെന്ന് പറഞ്ഞാൽ വീണ്ടും പുഷ്പിക്കുന്ന, വീണ്ടും ഫലം കായ്ക്കുന്ന, വീണ്ടും പ്രജനനം നടക്കുന്ന, വീണ്ടും പുത്രോത്പാദനം നടക്കുന്ന നിന്നുപോയ പ്രക്രിയകളെല്ലാം വീണ്ടും ഊർജസ്വലമായി ആ കുടുംബത്തിനകത്ത് ദൈവമായ കർത്താവിന്റെ സന്ദർശനം കൊണ്ട് മടക്കി വരുത്തി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ വേണ്ടിയാ വരുന്നത്. പക്ഷേ ഈ ഭാഗത്ത് എവിടെ ഒരു ദൂത് കിടക്കുന്നുണ്ട്. ആർക്കാന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പറയാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവിക സന്ദർശനം നിന്നെ വസന്തകാലം മടക്കി വരുത്തും.
അത് ദൈവമായ കർത്താവിന്റെ പദ്ധതികൾ എന്തെങ്കിലും നിങ്ങളിൽ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിട്ടയർമെന്റോ പ്രായമോ ഒന്നുമല്ല ദൈവത്തിന് വിഷയം. ഞാൻ പറയുന്നത് 18-ാം അധ്യായത്തിൽ അബ്രഹാമിന് സാറയ്ക്ക് സംഭവിച്ചതല്ല. നിങ്ങളെ കുറിച്ച് ദൈവമായ കർത്താവിന് ഇനിയും ദൈവത്തിന്റെ വിത്ത് നിങ്ങളുടെ കയ്യിൽ ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അത് നിറവേറ്റാനുള്ള പദ്ധതിക്ക് നിങ്ങളുടെ വീട് ഒരുപക്ഷെ തയ്യാറല്ലെങ്കിൽ, നിങ്ങളുടെ തലമുറ തയ്യാറല്ലെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തികം തയ്യാറല്ലെങ്കിൽ, നിങ്ങളുടെ ശരീരം തയ്യാറല്ലെങ്കിൽ, നിങ്ങൾ മെന്റലി തയ്യാറല്ലെങ്കിൽ, നിങ്ങളുടെ സാഹചര്യം തയ്യാറല്ലെങ്കിൽ, പരിശുദ്ധനായ ദൈവം ദൈവത്തിന്റെ സന്ദർശനം കൊണ്ട് നിങ്ങളുടെ വീടിനെ വസന്തമാക്കും. കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി തെളിച്ചു പറയുക. ഞാൻ 11-ാം വാക്യം വളരെ ഭയത്തോടെ, വളരെ പ്രായമുള്ള പക്വതയുള്ള ആളുകളുടെ മുമ്പിലായിരിക്കാൻ എനിക്ക് ദൂതം അവതരിപ്പിക്കാൻ വേണ്ടി പറയുക. സ്തോത്രം. ആ മനസ്സുകൊണ്ട് നിന്നുപോയ, അടഞ്ഞുപോയ, ഇല്ലാതായിപ്പോയ സാറയുടെ വാക്കുകൊണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ആ വസന്തകാലം മടങ്ങി വരാത്ത ആ നിലവാരത്തിനകത്തായി ഇരുന്ന പശ്ചാത്തലത്തെ ദൈവം സന്ദർശിച്ച് നനച്ച്, സങ്കീർത്തനത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, ദൈവം സന്ദർശിച്ചാൽ അവിടെ ഉണങ്ങിപ്പോകുകയല്ല, ദൈവം സന്ദർശിച്ചാൽ അവിടെ നന്മ വരികയാണ്, അവിടെ വസന്തം വരികയാണ്, അവിടെ നനവ് വരികയാണ്, നനവുള്ള തോട്ടം പോലെയാണ്. സ്തോത്രം. അപ്പൊ ദൈവം ഇവിടെ സന്ദർശിച്ച് ആഹാരം കഴിച്ച് ഇവരെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിത്ത് വിതയ്ക്കാൻ പാകമുള്ളൊരു വയല് പോലെ ദൈവം വീട്ടിൽ കയറി സന്ദർശിച്ച് അവരെ പാകപ്പെടുത്തി. ഞാൻ ഈ എഡ്സൺ ഫെലോഷിപ്പിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാം, ഇന്ന് ഈ പ്രാർത്ഥന നടത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സന്ദർശിച്ച് നിങ്ങളുടെ ഭവനത്തെ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാൻ താക്കവണ്ണം ഒന്ന് നനച്ചിട്ട് പോട്ടെ. ദൈവം വീട്ടിലിരുന്നുകൊണ്ട് സ്വോത്രം പറഞ്ഞിരിക്കുകയല്ല. കർത്താവ് നിങ്ങളുടെ വരുമാനങ്ങൾ നിന്നുപോയെങ്കിൽ, നിങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ മുളയ്ക്കാതിരിപ്പാൻ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇനി അതൊന്നും നടക്കുകയില്ല, എന്റെ ജീവിതത്തിൽ അതൊക്കെ നിന്നുപോയി, ഇനി പ്രാർത്ഥിച്ചാലും ഗുണമില്ല എന്ന് മക്കള് പോലും പറഞ്ഞ ചില വിഷയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് സന്ദർശിച്ച് ചില കാര്യങ്ങളിൽ ഭയങ്കരമായ ഒരു മാറ്റം ദൈവം ഈ നാളുകളിൽ തരുവാനിടയാകട്ടെ. ഈ ആണ്ട് തീരുന്നതിനൊക്കെ തരുവാനിടയാകട്ടെ. അപ്പൊ ദൈവം, ഞാൻ ഇനി പറയാൻ വന്ന കാര്യം ദൈവം സന്ദർശിക്കുന്ന കാര്യമല്ല പറയാൻ വന്നത്. 18-ാം അധ്യായത്തിനകത്ത് ഒരു 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 വീട് പണിയാൻ വേണ്ടി പുരയിടം ലാൻഡ്സ്കേപ്പ് ചെയ്തതുപോലെ, ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കുക, കുന്നും മലയൊക്കെ നികത്തി ഒരു വീട് പണിയാൻ ഒരു ആർക്കിടെക്റ്റിന് പാകമാകുന്നത് പോലെ ദൈവം നിരത്തി കൊടുത്തു. ഒരു വയല് കൃഷിക്കാരന് വിതയ്ക്കാൻ വേണ്ടി അത് ചവിട്ടി പാകപ്പെടുത്തി കാള ഉഴുത് ഞവരി അടിച്ച് ഞാറ് നടാൻ പാകത്തിനാക്കിയതുപോലെ 18-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ സാറയെയും അബ്രഹാമിനെയും ദൈവമായ കർത്താവ് ഉഴുത് മറച്ച് പാകപ്പെടുത്തി നിർത്തിയിട്ട് പോയി. 19-ാം അധ്യായം സാറയുടെയും അബ്രഹാമിന്റെയും കുടുംബചരിത്രം അല്ല, 19-ാം അധ്യായം ലോത്തിന്റെ ചരിത്രമാണ്. അപ്പൊ 19-ാം അധ്യായം എന്റെ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ പതുക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് 19-ാം അധ്യായം അങ്ങ് വലിച്ചു മാറ്റണം. കാരണം അത് അബ്രഹാമിന്റെയും സാറയുടെയും ചരിത്രം അല്ലല്ലോ, അത് ലോത്തിന്റെ ചരിത്രമല്ലേ. 19-ാം അധ്യായം വലിച്ചു മാറ്റുക. 18-ാം അധ്യായത്തിൽ നിന്ന് നേരെ 20-ാം അധ്യായത്തിലേക്ക് ചാടുക. 18-ാം അധ്യായം അബ്രഹാമിനെയും സാറയും ദൈവം നമ്പുരാൻ നിന്നുപോയ നന്മകൾ മടക്കി വരുത്തി ശരീരം ഫലപുഷ്ടിയാക്കി യൗവനയുക്തയാക്കി ഒരു ഗർഭവതിയാകാൻ ശരീരത്തെ പാകപ്പെടുത്തി നിർത്തിയിരിക്കുക. എനിക്ക് അതിൽ കൂടുതൽ അത് സഭ്യമാക്കാൻ അറിയില്ല, കഴിയത്തുമില്ല. 19-ാം അധ്യായം നമ്മളങ്ങ് തള്ളി മാറ്റി. 20-ാം അധ്യായം 18 കഴിഞ്ഞ് നേരെ 19-നെ ഹൈഡ് ചെയ്തുകൊണ്ട് 20-ലേക്ക് കയറുക. അപ്പൊ ദൈവം നമ്പരാൻ വന്ന നനവുള്ള തോട്ടം പോലെ സാറയെ ശരീരപുഷ്ടിയോടെ ചോരയും നീരുമുള്ളവളായി, സൗന്ദര്യമുള്ളവളായി, ഗർഭപാത്രം സജീവമായി ദൈവത്തിന്റെ കാര്യം നിറവേറ്റാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുക. അപ്പോഴാണ് 20-ാം അധ്യായം പെട്ടെന്ന് അബ്രഹാം മമ്രയുടെ തോപ്പിൽ നിന്ന് സഞ്ചിയും കെട്ടുമൊക്കെ എടുത്തോണ്ട് ഇറങ്ങുക. 20-ാം അധ്യായത്തിൽ അനന്തരം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ദൈവം വന്ന് സന്ദർശിച്ച് ആഹാരം കഴിച്ചു പോയതിന് അനന്തരം അബ്രഹാം അവിടെ നിന്ന് പുറപ്പെട്ടു, നേരെ ഗരാരിൽ വന്ന് പാർത്തു. ഗരാരിൽ വന്ന് പാർത്തപ്പോൾ അവിടുത്തെ രാജാവ് അബീമേലേക്ക് സാറയും കൊണ്ടുപോയി. ഇനി ഞാൻ പറയുന്നതിനകത്ത് സഭ്യത മാത്രമേ എടുക്കാവൂ. എന്തിനാണ് അബീമേലേക്ക് സാറയെ കൊണ്ടുപോയെന്ന് അറിയാലോ?
അടുക്കളയിൽ ഒരു സെർവന്റ് ആയിട്ട് നിർത്താനല്ല. നിങ്ങൾക്ക് മനസ്സിലാവും. ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റാൻ വേണ്ടി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്ത് നനവുള്ള തോട്ടം പോലെ നിർത്തിയവളെ ദൈവത്തിന്റെ വിത്ത് അവിടെ പാകേണ്ടതിന് പകരം, ഞാൻ വീണ്ടും ഭയത്തോടെ പറയുന്നു, നിങ്ങൾ അതിനെ ആത്മീകമായിട്ട് തന്നെ എടുക്കുക. അതിന് പകരം ജാതീയ രാജാവ് കൈയടക്കി ദൈവം തമ്പുരാൻ ഒരുക്കിയിട്ട നിലത്തെ മറ്റൊരുത്തിന്റെ കൃഷി ഇറക്കാൻ പിശാച് കൊണ്ടുപോയപ്പോൾ സ്വർഗം സമ്മതിക്കത്തില്ല. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഞാൻ ആ ഭാഗം അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഈ സൂമിന്റെ മുമ്പിൽ വന്നിരുന്ന് സ്തോത്രം കർത്തൃദാസം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാക്യം ഒന്ന് പറഞ്ഞൊരു പ്രസംഗത്തിലേക്ക് കയറണമെന്ന് ഓർത്തപ്പോഴാണ് 20-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾക്കുള്ള ദൂതായി ദൈവാത്മാവിൽ വേറൊരു പ്ലാറ്റ്ഫോമിലും വേറൊരു വേദിയിലും പറയാത്ത വ്യാഖ്യാനം പറയുന്നു. നിങ്ങളിൽ ചിലരെ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരുക്കിയിട്ടതാണ് കർത്താവിന്റെ കാര്യം നടത്താൻ. നിങ്ങളുടെ മനസ്സുകൊണ്ട് മടുത്തിട്ട് ഇനി നടക്കത്തില്ലെന്ന് വിചാരിച്ച്, ഇനി ജീവിതമില്ലെന്ന് വിചാരിച്ച്, ഇനി വാഗ്ദത്തങ്ങളില്ലെന്ന് വിചാരിച്ച്, ഇനി കാര്യങ്ങൾ നടക്കില്ലെന്ന് വിചാരിച്ച്, അങ്ങനെ നീ ശ്രോത്ര ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിന്നുപോയി, ഇനി കാര്യങ്ങൾ നടക്കത്തില്ല, നീ വരണ്ടുപോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം തമ്പുരാൻ മടങ്ങി വന്ന് നിന്റെ ജീവിതത്തിന്റെ ചൈതന്യം മടക്കി തന്ന് വസന്തം മടക്കി തന്നിരിക്കുന്ന സമയം. ആ സമയത്ത് അബീമേലെക്ക് സാറേം കൊണ്ട് പോയിരുന്നു. നിങ്ങൾക്ക് അത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനിത് വായിച്ചപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നി. കാരണം കർത്താവ് ഒരുക്കിയിട്ടിരിക്കുന്ന ചില പദ്ധതികളെ ശത്രു തട്ടിക്കൊണ്ടുപോയിട്ട് അവന്റെ ഇഷ്ടം നിറവേറ്റാൻ, ഞാൻ ഒന്നോടെ പറയുന്നു, സ്തോത്രം, നിങ്ങൾ ചിന്തിക്കണം. സാറയുടെ വാക്കനുസരിച്ച് സുഖഭോഗം നിന്നുപോയ ശാരീരിക ക്രിയകൾ നിന്നുപോയ ഒരു വയസ്സിൽ തള്ളയം കൊണ്ട് അബിമേലെക്ക് പോയിട്ട് എന്നെ കിട്ടാനാ? അങ്ങനെ പ്രായമുള്ള ചട്ടയം കൊണ്ട് കൊടുത്ത് നടന്ന ഒരു അമ്മച്ചിയായിരുന്നെങ്കിൽ അബിമേലെക്ക് കൊണ്ടുപോയില്ലായിരുന്നല്ലോ. ആ 18-ാം അധ്യായത്തിനകത്ത് സാറയിൽ എന്തൊക്കെയോ മടങ്ങി വന്നു. സാറയുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം വന്നു. ദൈവം പണിതിട്ടിരിക്കുക എന്തോ പദ്ധതിക്ക് വേണ്ടി. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുമ്പോൾ ആരും വിചാരിക്കാത്ത സമയത്ത് ആ മമ്മരയുടെ തോപ്പി നിന്നാ മതിയായിരുന്നു. അവിടുന്ന് കെട്ടും കെട്ടി ഇറങ്ങണ്ടായിരുന്നു. ഞാൻ ആരോടെ ദൂത് പറയുക, കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പദ്ധതിയിട്ട് അവിടെ വെച്ച് നട്ട് നനച്ച് പാകപ്പെടുത്തി ക്രമീകരിച്ച് സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് അബ്രഹാം നേരെ തെക്കോട്ട് യാത്രയായി. അവിടെ ചെന്ന മാത്രയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വസന്തം മടക്കി വരുത്തി ചൈതന്യം വരുത്തി വെച്ചിരുന്ന സാറയും കൊണ്ട് അബിമേലെക്ക് പോയി. പക്ഷെ ദൈവം വിശ്വസ്തനായതിന്റെ പേരിൽ അവിടെ ഒരു വാക്കുണ്ട്. അബിമേലെക്കിനോട് ദൈവം പറയുന്ന വാക്കുണ്ട്, സ്തോത്ര ഹല്ലേലൂയ. അതിങ്ങനെയാണ്, സ്തോത്രം, ഞാൻ നിന്നെ തടുത്തു. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവിക പദ്ധതിയെ തട്ടിയെടുക്കാൻ നോക്കുന്ന ചില അബിമേലെക്കിന്റെ ശക്തികളെ സ്വർഗസ്ഥനായ ദൈവം ഈ സൂമിലിരുന്നുകൊണ്ട് തടുക്കുകയാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിരാശക്കപ്പുറം ദൈവമായ കർത്താവ് പ്രത്യാശ വരുത്തി പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് നിങ്ങളെ പതുക്കെ പണിതെടുത്ത് ദൈവത്തിന് കൃപയാൽ പൊക്കിക്കൊണ്ട് വരുമ്പോൾ അതിനിടയിൽ ആരും അറിയാതെ അന്ധകാര ശക്തിയുടെ ദുഷ്ടന്റെ പോരുകൾ ഇറക്കാൻ നോക്കുന്ന ചില അബിമേലെക്കിന്റെ ശക്തികളെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിന്റെ ശക്തിയോടെ പറയാം, ദൈവത്തിന്റെ കൈയിറങ്ങി ഒരു വിടുതലുണ്ടാകണം. നിങ്ങൾ ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന സാറയാണോ? ഞാൻ ഇനി ആ വ്യക്തിയെ മാറ്റുക. ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന സാറയാണോ? ചില കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി. നിങ്ങളുടെ പ്രായം നോക്കരുത്, നിങ്ങളുടെ അവസ്ഥ 25 കൊല്ലമായി 40 കൊല്ലമായി എന്ന് നോക്കരുത്. തമ്പുരാൻ ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു ഭവനമാണ് നിങ്ങളുടെതെങ്കിൽ അതിനകത്ത് കയറുന്ന അബിമേലെക്കിന്റെ ശക്തികളെ ഇന്ന് പകൽക്കാലത്ത് സൂമിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിങ്ങളുടെ ശരീരത്തുമേ കയറുന്ന ചില വ്യാപാരങ്ങൾ, നിങ്ങളുടെ മെന്റലി ഡിപ്രഷൻ ആക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ പ്രതികൂലം ഉണ്ടാക്കുന്ന പോരുകൾ, നീ പ്രാർത്ഥിച്ച് ഒരുക്കിയിട്ട് നിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നടക്കാതിരിപ്പാൻ കയറി പിടിച്ചതിന് അമാലേക്ക് വ്യാപാരങ്ങൾ, ചില പൗരോഹിത്യ ശക്തികൾ, അന്ധകാര വ്യാപാരങ്ങൾ, ദുഷ്ടാത്മ പോരുകൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെ തടുക്കട്ടെ. കൃപാര ശാദനാദാര
ആത്മാവിൽ മനസ്സിലായ ചിലരെങ്കിലും കുറച്ച് സമയത്തേക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഒന്ന് ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു. നിന്റെ ഭവനത്തെ ദൈവം ഒന്ന് ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു. നിന്റെ ജീവിതത്തെ ദൈവം ഒന്ന് ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു. പഴയ പ്രകൃതിയിൽ നിന്നൊന്ന് മാറ്റിക്കൊണ്ട് വരികയായിരുന്നു. ചില ഉന്മേഷത്തോടെ ദൈവമായ കർത്താവ് തന്റെ വിത്തിന്, തന്റെ കാര്യത്തിന്, തന്റെ നന്മയ്ക്ക് ദൈവമായ കർത്താവ് പാകപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു. അതിനിടയിൽ കയറി വന്ന ഈ വലിയ വിഷയത്തെ പ്രാർത്ഥന കൊണ്ട് ഒതുക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ഇസഹാക്ക് ജനിക്കാൻ ദൈവത്തിന്റെ പദ്ധതി ഒരുക്കാൻ 18-നും 21-നും ഇടയ്ക്ക് ഒരു 20-ാം അധ്യായം, ഒരു സങ്കടത്തിന്റെ അധ്യായം, ഒരു തട്ടിക്കൊണ്ടുപോക്കലിന്റെ അധ്യായം, ഒരു ദുരുദ്ദേശത്തിന്റെ അധ്യായം. അത് ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചേറ്റെടുക്കുന്ന ജനത്തിന്റെ വീട്ടിൽ നിന്ന്, അവരുടെ ശരീരമണ്ഡലത്തിൽ നിന്ന്, അവരുടെ ശുശ്രൂഷ മേഖലയിൽ നിന്ന്, അവരുടെ അധരങ്ങളിൽ നിന്ന് ഇന്ന് പകലിൽ ദൈവം തട്ടിമാറ്റണം. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയിട്ട് പല വയലുകളും ഞാൻ ഈ സൂമിൽ കാണുന്നു. നിങ്ങൾ ധൈര്യപ്പെട്. കർത്താവ് ചില കാര്യങ്ങൾ നിരാശയ്ക്ക് മീതെ പണിയുക, നഷ്ടബോധത്തിന് മീതെ പണിയുക. നീ ആയുധം താത്തിവെച്ച പല കാര്യങ്ങളിലും ദൈവം നിന്നെ വീണ്ടും ചൈതന്യപ്പെടുത്തുകയാണ്. അതിന്മേൽ ദൈവമായ കർത്താവ് പ്രവർത്തിക്കും. ഈ ഭാഗം ഇവിടെയാണ് ആദ്യമായിട്ട് പ്രാർത്ഥന, അവിടെയാണ് പ്രാർത്ഥന കൊണ്ടുവരുന്നത് ദൈവം. അബിമേലെക്കിനോട് പറയുന്നു, നീ ജീവിക്കണമെങ്കിൽ, കാരണം എന്റെ പ്രോപ്പർട്ടിയെ നീ കുറച്ചു നേരത്തേക്കാകണം കൈവശം വെച്ചു. ഇനി നീ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഖജനാവിലെ പണമല്ല, നിന്റെ മക്കളുടെ കാശല്ല, നിന്റെ കഴിവല്ല, എന്റെ അഭിഷിക്തന്റെ പ്രാർത്ഥനയാണ്. അവൻ പ്രാർത്ഥിച്ചെങ്കിലേ ഇനി ജീവിക്കുള്ളൂ. സ്തോത്രം എന്ന് ദൈവം വിധി പറഞ്ഞു. അവിടെയാണ് ആദ്യത്തെ പ്രാർത്ഥന വേദപുസ്തകത്തിനകത്ത് പ്രത്യക്ഷമാകുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ വെളിച്ചത്തിലാണ്. ഞാൻ വായിച്ച 15-ാം അധ്യായത്തിലേക്ക് വരാം. സ്തോത്രം. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു വലിയ വിടുതൽ, ഏത് സ്പെഷ്യലായി ദൈവമായ കർത്താവ് ചിലരോട് പറയുകയാണ്. കർത്താവ് ഒരുക്കിക്കൊണ്ട് വന്ന ഒരു പദ്ധതിയെ ആ അബിമേലെക്ക് ഒരു ഒറ്റ നേരത്തേക്കാണെങ്കിലും കൈവശം അടക്കി വെച്ചു. പക്ഷെ ഞാൻ പറയാം, അബിമേലെക്കിന്റെ കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ ഞാനൊരു വാക്കുപയോഗിക്കുക, അവന്റെ വാതിലിന്റെ കുറ്റിയിടുന്നതിനേക്കാൾ മുമ്പ്, അവൻ ഡോർ അടയ്ക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ഇടപെട്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കഴിഞ്ഞു എന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. സ്തോത്രം ചെയ്ത് സ്വീകരിച്ചോ. ശത്രുവായ പിശാച് തട്ടിയെടുത്ത് അകത്ത് കയറ്റി വാതിലടയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിന്റെ വിശ്വസ്തത നിന്റെ തലമുറയുടെ മേൽ, നിന്റെ പ്രാർത്ഥനയുടെ മേൽ ഇടപെട്ടിട്ടുണ്ട്. കർത്താവ് പുറത്തിറക്കുകയാണ്. എന്തുദ്ദേശത്തോടെയാണോ 18-ാം അധ്യായത്തിൽ ദൈവം നിന്നെ സന്ദർശിച്ചത്, അത് തന്നെ ദൈവം നിറവേറ്റും. 21-ാം അധ്യായം വെളിപ്പെടാൻ പോകുകയാ. 21-ാം അധ്യായം 21-ാം അധ്യായം വെളിപ്പെടാൻ പോകുകയാ. അവിടെയാണ് സ്തോത്രം 18-ാം അധ്യായത്തിൽ ദൈവം വിസിറ്റ് ചെയ്തതിന്റെ ഗുണം വെളിപ്പെട്ടത്. കർത്താവ് ചെയ്യട്ടെ. ഇനി യേശുക്രിസ്തു പറഞ്ഞ പ്രാർത്ഥന, 5 കാര്യങ്ങൾ കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞു. 15-ാം അധ്യായത്തിന്റെ സ്തോത്രം 7-ാമത്തെ വാക്യത്തിനകത്ത് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്. അവിടെ നിബന്ധനകൾ, നിയമങ്ങൾ 15-ാം അധ്യായം അനേക പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എഡ്സണിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ഫലിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയല്ല. പക്ഷെ ആ വാക്യത്തിൽ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ. അതാണല്ലോ പ്രാർത്ഥന. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എഴുതുന്നവർക്ക് വേണ്ടി പറയാം, യേശു പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, പ്രാർത്ഥിച്ചാൽ കിട്ടും. ഇന്ന് നിങ്ങൾക്കില്ലാത്തത് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നാ കർത്താവ് പറഞ്ഞത്. പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കും? കിട്ടും. പ്രാർത്ഥിച്ചാൽ സമാധാനം കിട്ടും, പ്രാർത്ഥിച്ചാൽ സ്വസ്ഥത കിട്ടും, പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും, പ്രാർത്ഥിച്ചാൽ രക്ഷ കിട്ടും, പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും, പ്രാർത്ഥിച്ചാൽ ശുശ്രൂഷ കിട്ടും, പ്രാർത്ഥിച്ചാൽ അവസരം കിട്ടും, പ്രാർത്ഥിച്ചാൽ ജോലി കിട്ടും, പ്രാർത്ഥിച്ചാൽ പ്രൊമോഷൻ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്തോത്രം നിഷേധിച്ചു. പ്രാർത്ഥിച്ച് കിട്ടിയവരാണ് ഇന്ന് ഇരിക്കുന്ന പലരും. യേശുക്രിസ്തു പറയുന്നു, പ്രാർത്ഥന ഒരു ചടങ്ങല്ല, പ്രാർത്ഥിച്ചാൽ കിട്ടും ബ്രദറെ, കിട്ടും. നീ വിശ്വസിക്കും. ഞാനൊരു വചനം എടുത്തു തന്നത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടും. നിനക്ക് നഷ്ടപ്പെട്ട ജോലി, നിനക്ക് നഷ്ടപ്പെട്ട വരുമാനം പ്രാർത്ഥിച്ചാൽ കിട്ടും. നിന്റെ അവസരം തട്ടിയെടുത്തത് കിട്ടും, തിരിച്ചു കിട്ടും. പ്രാർത്ഥിച്ചാൽ മതി. ജീവിതം തിരിച്ചു കിട്ടും, നിന്റെ മക്കളെ തിരിച്ചു കിട്ടും.
നിന്റെ ജീവിത പങ്കാളിയെ തിരിച്ചു കിട്ടും. ആരോ ഇപ്പോൾ സാറയുടെ കാര്യം പറഞ്ഞതുപോലെ ഏതൊക്കെയോ നിലവാരത്തിൽ നിനക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ എവിടെയൊക്കെയോ ബന്ധിക്കപ്പെടുന്നെങ്കിൽ, എവിടെയൊക്കെയോ കുരുക്ക് അനുഭവിക്കുന്നെങ്കിൽ നിന്റെ അവകാശം നിനക്ക് തിരിച്ചു കിട്ടും. പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ച തിരിച്ചു കിട്ടും. യേശു പറഞ്ഞു, പ്രാർത്ഥിച്ചോ ആരോഗ്യം തിരിച്ചു കിട്ടും, പ്രാർത്ഥിച്ചോ ജീവിതം തിരിച്ചു കിട്ടും, പ്രാർത്ഥിച്ചോ ആ പഴയ സന്തോഷം തിരിച്ചു കിട്ടും, പ്രാർത്ഥിച്ചോ ആ പഴയ എനർജി തിരിച്ചു കിട്ടും. ആകെ മൂഡ് ഓഫ് ആയി നിരാശപ്പെട്ട് ഇനി എന്താകുമെന്ന് ഓർത്ത് ആ മാരകമായിരിക്കുന്ന രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയപ്പെട്ട് ഒതുങ്ങണ്ട. യേശുവിന്റെ നാമത്തിൽ ഞാൻ സിമ്പിളായിട്ട് പ്രസംഗത്തെ ഏറ്റവും സിമ്പിളാക്കുക, ഏറ്റവും സിമ്പിളാക്കുക. എഡിസണിൽ വരുമ്പോഴെല്ലാം ഏറ്റവും ലളിതമാക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ നാളുകളിൽ ചിലത് കിട്ടാൻ തുടങ്ങും. അമിതമായി യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ദൈവമായ കർത്താവ് 10 ദിവസങ്ങളെ പിന്നിട്ടുള്ളൂ. ഒക്ടോബർ മാസത്തിൽ തന്നെ യേശുവിന്റെ നാമത്തിൽ ചിലത് കിട്ടാൻ തുടങ്ങും. നിനക്ക് ഭാരമുള്ളതും നിനക്ക് നഷ്ടപ്പെട്ടതും നിനക്ക് ആവശ്യമുള്ളതും നീ ഇച്ഛിച്ചതും നീ കരഞ്ഞതും നീ ചോദിച്ചതുമായത് കിട്ടാൻ ഏറ്റവും നല്ല വഴി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചാൽ കിട്ടും. ഇത് പറയുമ്പോൾ ഞാൻ ഒരു സപ്പോർട്ടിങ് വേർഡിന് ഒരു പിന്തുണയ്ക്കുന്ന വാക്ക് നോർമയിൽ വരുന്നത് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 19. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന്. 13:19 പൗലോസാണ് എബ്രായ ലേഖനം എഴുതിയതെന്നാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ പറയുന്നത്. അതിനകത്ത് പലരും പല അഭിപ്രായമുണ്ട്. ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ വിഷയം അല്ലെങ്കിലും ഒരു വ്യക്തിത്വത്തോടെ വേണോ ആരായി പറയുന്നതെന്നൊന്ന് അറിയണോ. അതിനുവേണ്ടി മാത്രം ഞാൻ എഴുത്തുകാരനോ എബ്രായ ലേഖനത്തിലെ ഉള്ളടക്കത്തെ മാറ്റിയിട്ട് എന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ആരെയാണെന്ന് അറിയണോ. അതുകൊണ്ട് ഞാൻ പൗലോസ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാം. പൗലോസ് പറയുക, എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതിന് നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറയണം. എന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. ഈ എഴുത്തുകാരൻ എവിടാണ്, എന്താണ്? ഇതിനകത്ത് 3 കാര്യങ്ങൾ ആ വാക്യത്തിൽ വകതിരിച്ചു പഠിച്ചാൽ: 1 വേഗത്തിൽ, 2 വീണ്ടും, 3 കിട്ടണം. വീണ്ടും എന്ന വാക്ക് വന്നതിന്റെ അർത്ഥം മുമ്പ് ഈ ആള് ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആൾക്കാരുടെ സ്വന്തമായിരുന്നു. ഇപ്പോ അവരുടെ കയ്യിൽ അല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വീണ്ടും കിട്ടേണ്ടത്. വീണ്ടും കിട്ടുക എന്ന് പറഞ്ഞ മുൻപുണ്ടായിരുന്നതും ഇപ്പൊ ഇല്ലാതിരിക്കുന്നതും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നതുമായതാണ് വീണ്ടും കിട്ടൽ. പണ്ട് ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ 3 മാസമായിട്ട് സസ്പെൻഷനാണ്. സ്ക്രീനിങ് കിടക്കുക, കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല, ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കേസാണെങ്കിൽ ഓർത്തോളണം, നീ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഏറ്റുപറയേണ്ടതൊക്കെ ഏറ്റുപറ, ദൈവത്തോട് ക്ഷമിക്കണമെന്ന് പറ. അങ്ങനെയാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടത് വീണ്ടും കിട്ടും, ഉണ്ടായിരുന്നത് വീണ്ടും കിട്ടും, നിന്റെ സന്തോഷം വീണ്ടും കിട്ടും, നിന്റെ കുടുംബജീവിതത്തിന്റെ പ്ലഷർ വീണ്ടും കിട്ടും. സാറയുടെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം നിന്നുപോയി, എല്ലാം സ്റ്റോപ്പായി, എല്ലാം അവസാനിച്ചു. വീണ്ടും നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷകാലങ്ങൾ വീണ്ടും കിട്ടും, വരുമാനം വീണ്ടും കിട്ടും. 2 വേഗത്തിലൊന്ന വാക്ക്, വേഗത്തിൽ. പ്രാർത്ഥന ദൈവപ്രവൃത്തിയുടെ വേഗം കൂട്ടുന്നതാണ് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ പറയില്ലേ, എന്റെ പാസ്റ്ററെ ഇതൊക്കെ കണ്ടോ, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, ദൈവം തരാതിരിക്കില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് 9.5 കൊല്ലായി. പക്ഷേ വേഗതയില്ല, വേഗതയില്ല. കാര്യങ്ങൾ വേഗത്തിൽ നടക്കണ്ടേ? സ്തോത്രം. നമ്മുടെ കൊച്ചിന്റെ കല്യാണം നടക്കണം. 23-ാം വയസ്സ് മുതൽ ദൈവം പറയുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്, കല്യാണം നടക്കും, കല്യാണം നടക്കും, അത് സ്തോത്രം ഇന്നിടത്തു നിന്നാണ്, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നടക്കും. പക്ഷെ ഇപ്പൊ 37 വയസ്സായില്ലേ? നടക്കും പറഞ്ഞ ആ കൊച്ചിന് നല്ല പ്രായത്തിൽ കെട്ടിച്ചു വിടണ്ടേ? അപ്പൊ വേഗത്തിൽ നടക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. എന്നെങ്കിലും നടന്നാ പോരാ, വേഗത്തിൽ നടക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ സൗഖ്യം, നിന്റെ കയ്യിലെ പണം മുഴുവൻ കളഞ്ഞ് നിന്നെ ആസ്പത്രിക്കാര് തിരിച്ചും മറച്ചു വിട്ട് മുഴുവൻ പഠിച്ച് സ്തോത്രം നിന്റെ ചാറൂറ്റിയെടുത്ത് നിന്റെ ശരീരത്തിൽ മുഴുവൻ കുത്തി മുറിവേൽപ്പിച്ച് തുന്നിക്കെട്ടിയിട്ടല്ല വരേണ്ടത്. പിന്നെയോ നിന്റെ സൗഖ്യം വേഗത്തിൽ നടക്കണം.
സ്തോത്രം, ഹല്ലേലൂയ. 6 പ്രാവശ്യം കയറി ഇറങ്ങി അഡ്മിറ്റായി അവസാനം ആകപ്പാടെ തകർന്ന് നമ്മുടെ 1.5 കൊല്ലം കളഞ്ഞ് എല്ലാം കൊളാപ്സ് ആയതിനു ശേഷം പിന്നെയല്ല നടക്കേണ്ടത്. ഇന്ന് ദൈവന്റെ ദൂത് തിരിച്ചും മറച്ചും പറയുക, നിന്റെ വിടുതൽ ഇനി താമസിക്കരുത്, നിന്റെ സൗഖ്യം ഇനി താമസിക്കരുത്, നിന്റെ വീട്ടിലെ അത്ഭുതം ഇനി താമസിക്കരുത്, നിന്റെ ശുശ്രൂഷ ഇനി താമസിക്കരുത്, നിന്റെ ഉണർവിനി താമസിക്കരുത്, നിന്റെ വാഗ്ദത്തം നിറവേറാൻ താമസിക്കരുത്. അത് വേഗത്തിൽ നടക്കണം. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറ, സംഭവിക്കട്ടെ. ഇനി ഞാൻ താമസിക്കാൻ സംഭവിക്കണം. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പോയി പറയും? വീട്ടിൽ പോയി ആങ്ങളയോട് പറയാനോ? അതെയോ സഭയിൽ പോയി പാസ്റ്ററോട് പറയാനോ? അതെയോ കോടതിയിൽ പോയി ജഡ്ജിയോട് പറയാനോ? അതെയോ പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻസ്പെക്ടറോട് പറയാനോ? ഓരോടത്ത് പറഞ്ഞിട്ടും അറിയില്ല. നീ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം ഹല്ലേലൂയ ഗീറ് മാറ്റിയിടും. എന്റെ ദൈവം ഗീറ് മാറ്റിയിടും. ഫസ്റ്റ് ഗിയറിൽ പതുക്കെ നിരങ്ങി പോകുന്നത് ഒരു 5th ഗിയറിലേക്ക് ദൈവം മാറ്റിയാൽ 1.5 മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട സ്ഥലത്ത് 25 മിനിറ്റ് കൊണ്ട് ദൈവം എത്തിക്കും. യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ, കർത്താവ് വാക്ക് ആത്മാവിൽ ഞാൻ പറയുന്നു, വേഗത്തിൽ വീണ്ടും കിട്ടിയേ മതിയാകൂ. ദൈവത്തോട് പറ, ഞാൻ പ്രാർത്ഥിക്കുന്നവളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, എന്റെ കർത്താവാണ് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത്. പ്രാർത്ഥിച്ചു നോക്ക്, കിട്ടുമായിരിക്കും എന്നല്ല, ഞങ്ങൾ ശ്രമിക്കാന്നല്ല. യേശു കള്ളം പറയാത്ത അഡമന്റായി കാര്യം പറയുന്ന കർത്താവ്, വാക്ക് പറഞ്ഞ മാറാത്ത കർത്താവ്. നിങ്ങൾ ചിലരോട് പറയുന്നു, നിന്റെ ജീവിതത്തിലെ സമാധാനം തിരിച്ചു കിട്ടും, നിന്റെ ജീവിതത്തിലെ അനുഗ്രഹം തിരിച്ചു കിട്ടും, നിന്റെ വീട്ടിലെ ബന്ധങ്ങൾ തിരിച്ചു കിട്ടും, തകർന്നു മുടഞ്ഞും പോയ വിഷയങ്ങൾ തിരിച്ചു കിട്ടും, യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടും. എന്നെങ്കിലുമല്ല, വേഗത്തിൽ കിട്ടും. അത് വേഗത്തിൽ കിട്ടും. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. നിനക്കറിയാം, നീ വന്നത് കൃപയിലാ. വിഗ്രഹങ്ങളെ ആരാധിച്ചു പോന്ന് അന്ധകാര ശക്തികളെ കൂട്ടിക്കിടന്ന് നിന്നെ കർത്താവ് കൊണ്ടുവന്ന് കൃപയിൽ മണവാട്ടിയാക്കി നിർത്തിയത് എന്തെങ്കിലും തരാനാ? എന്നെ തരാത്ത കർത്താവ് എന്ന് ചോദിച്ചാൽ ഇതിനൊരു പ്രോസസ് ഉണ്ട്. അതിനാ പറഞ്ഞത്, നീ മണവാട്ടി ആയതുകൊണ്ട് ഒത്തില്ല. പ്രാർത്ഥിക്കും മണവാട്ടി, പ്രാർത്ഥിക്ക് ദൈവസഭ, പ്രാർത്ഥിക്ക് ദൈവദാസി, പ്രാർത്ഥിക്ക് ദൈവദാസ. കാര്യം വേഗത്തിൽ നടക്കും. വേഗത്തിൽ നടക്കും. പഴയ നിയമ രാജാക്കന്മാരുടെ ചരിത്രത്തിനകത്ത് ദൈവാലയത്തിന്റെ പണിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. എന്താ കാരണം? മുൻ രാജാക്കന്മാർക്കെല്ലാം അധികാരമുണ്ടായിരുന്നു, മുൻ രാജാക്കന്മാർക്കെല്ലാം അഭിഷേകം ഉണ്ടായിരുന്നു, മുൻ രാജാക്കന്മാർക്കെല്ലാം ആധിപത്യം ഉണ്ടായിരുന്നു, സിംഹാസനം ഉണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥനയില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥനയുള്ളൊരു രാജാവ് വന്നപ്പോൾ, കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥനയുള്ളൊരു രാജാവ് വന്നപ്പോൾ, അധികാരമുള്ളവരല്ല, അപ്പൻ രാജാവായിരുന്നത് കൊണ്ടല്ല, സിംഹാസനം പുരാതനമായതുകൊണ്ടല്ല, പ്രാർത്ഥിക്കുന്ന ഒരു രാജാവ് വന്നപ്പോൾ ഇസ്രായേലിലെ കാര്യങ്ങൾ ക്ഷണത്തിൽ നടക്കാൻ തുടങ്ങിയെന്ന്. ഒരു സഭയിൽ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ വന്നാൽ, ഇസ്രായേലിലെ രാജാവിന്റെ കഥയും കൊണ്ട് നമ്മൾ നടക്കുന്നത്, നിന്റെ സഭയിൽ ഭയങ്കര തോട്ട്സ് അറിയാവുന്ന ഒരാള് വന്നു, പക്ഷെ പ്രാർത്ഥിക്കൂല. സ്തോത്രം. വിശ്വാസികളുടെ പേര് പറഞ്ഞ് ഞാൻ ഈ പ്രയർ ഗ്രൂപ്പിൽ കയറുമ്പോഴെല്ലാം ഒരുപാട് പേരുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. ഇതുപോലെ ഒരു കർത്തൃദാസൻ വിശ്വാസികളുടെ പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഒത്തിരി കാര്യങ്ങൾ അറിയാം, ഭയങ്കര ബിസിയാണ്, വീട്ടിലിരിക്കുകയല്ല, തീപ്പൊരി പോലെയാ. ലോകത്തിലുള്ള എല്ലാ സംഘടനയുടെയും സെക്രട്ടറിയും പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറി എല്ലാം അങ്ങ് ആവും. പ്രാർത്ഥിക്കാൻ നേരമില്ല. പക്ഷെ 3 കൊല്ലം ഒരു ദൈവദാസൻ ഒരു സഭയെ ചാർജ് എടുത്താൽ അങ്ങേര് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ, പ്രസംഗിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങളെ പോലുള്ള ഒരു ഉറങ്ങുമായിരിക്കും, അത്രയും എന്നെ പോലെ ഒച്ചയൊന്നും കാണിയാല പാവം. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ 8 കൊല്ലം കെട്ടിക്കിടന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. കാരണം പ്രാർത്ഥിച്ചാൽ വേഗത കൂടും. യേശുവിന്റെ നാമത്തിൽ വേണമെങ്കിൽ ആ പതിവായി വൈകുന്നേരം 10 മിനിറ്റ് ഒരു പാട്ടും പാടി സ്തോത്രം വൈക്കോട്ടം വിട്ടിരുന്ന പ്രാർത്ഥനയ്ക്കകത്ത് നിൽക്കാതെ ചില സമയം അങ്ങ് മാറ്റി വെച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയ ദൈവത്തിന്റെ പാതപീഠത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വേഗത്തിൽ, ഞാൻ ഉറപ്പു തരാം, വേഗത്തിൽ ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന പല കേസുകളും ദൈവം യുദ്ധകാല അടിസ്ഥാനത്തിലെടുത്ത്
യേശുവിന്റെ നാമത്തിൽ അടിസ്ഥാനപരമായി ദൈവം നേരിട്ടിടപെട്ട് അബീമേലെക്കിന്റെ വീട്ടിൽ വന്നിട്ട് അബ്രഹാമിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതുപോലെ ഏത് വൻപന്റെ കയ്യിലിരിക്കുന്ന നിന്റെ നന്മയും ദൈവം ഇടപെട്ട് വേഗത്തിൽ ഇടപെടണമെങ്കിൽ ക്ഷണത്തിൽ കാര്യം നടക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഒരു 5-6 പേര് എങ്ങനെയെങ്കിലും കൂടിയിരുന്ന് 2 ദിവസം ലീവ് എടുത്ത് എവിടെയെങ്കിലൊക്കെ 2 വീട്ടിലാണെങ്കിൽ ഇരുന്ന് ശരിക്കും പ്രാർത്ഥന മാത്രം. അതിനകത്ത് ഉപദേശിമാരെ കയറ്റരുത്. കയറ്റിയാൽ അവർ വന്ന് പ്രസംഗിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയം കൂടി കളയും. സ്തോത്രം. അതിനിഷ്ടം പോലെ സമയമുണ്ടല്ലോ. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വരിക. കൂടുതൽ വർത്താനമൊന്നും പറയരുത്. നേരെ പാവിരിച്ചിട്ടേക്കുക. നേരെ വന്നിരിക്കുക. വ്യർത്ഥ സംഭാഷണം ഒഴിവാക്കുക. ഒരു 2 ദിവസം എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും തീരുമാനിക്കുക. അതിന് 16 പേരെ ഒന്നും വിളിക്കണ്ട. ആരെങ്കിലും മനസ്സൊരുക്കമുള്ള 2 പേരിരുന്ന് 2-4 ദിവസത്തേക്ക് പ്രാർത്ഥിച്ചാൽ വേഗത കൂടും. ദൈവപ്രവൃത്തിയുടെ വേഗത കൂടും. ഇതറിയാവുന്ന ഒരു ദൈവശാസ്ത്രം, സ്തോത്രം, ഹല്ലേലൂയ, ദൈവകൃപ ഉള്ള ദൈവമനുഷ്യനാണ് എഴുതിയത്. വേഗത്തിൽ നീ താമസിക്കത്തില്ല. വേഗത്തിൽ എന്നെ നിങ്ങൾക്ക് കിട്ടും. വീണ്ടും കിട്ടും. ആ നല്ല കാലം വീണ്ടും കിട്ടും. ആ വസന്തകാലം വീണ്ടും കിട്ടും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഒന്നാമത്തെ യേശു പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ കിട്ടും. 2 യോഹന്നാൻ 14:14 യേശു പറഞ്ഞ 5 കാര്യങ്ങൾ ഞാൻ പറയാം. പ്രാർത്ഥിച്ചാൽ 14:14 വളരെ സിമ്പിൾ ആണ്, വ്യാഖ്യാനിക്കാനൊന്നുമില്ല. കൊച്ചു കൊച്ചു വാക്കുകളിൽ കൂടെ നിങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. 14:14 നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. 2 പ്രാർത്ഥിച്ചാൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു തരും. അയ്യോ, നിങ്ങൾ ഓർത്തു നോക്കി, ഇതാര് ചെയ്തു തന്നാന്ന് ചോദിച്ചപ്പോ എന്റെ മരുമോള് മൂത്തവള് വന്നപ്പോ ചെയ്തിട്ട് പോയതാന്ന് പറയുമ്പോൾ എന്നാ സന്തോഷം നമുക്ക്, അല്ലേ? സ്തോത്രം. കൊച്ചു പിള്ളേരൊക്കെ നിങ്ങള് അറിയാലോ, അമ്മമാർക്ക് കൊച്ചു പിള്ളേർ പെൺപിള്ളേരാണെങ്കിൽ മുടിയൊക്കെ വളരുമ്പോൾ ആദ്യമായിട്ട് മുടി ഇങ്ങനെ പിന്നും. നമ്മുടെ നാട്ടിൽ അങ്ങനെ പിന്നും. ഈ കൊച്ചിതും കൊണ്ട് നടക്കും. കൊച്ചിനോട് ചോദിക്കുക, അയ്യോ ഇത് ആരാ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ആന്റി വന്നപ്പോ ചെയ്ത, അവിടെ അഴിക്കുകയല്ല, അത് ഉറക്കത്തിൽ അങ്ങനെ അഴിച്ചെടുക്കണം. കാരണം ആന്റി വന്നപ്പോ ചെയ്തിട്ട് പോയതാ. എന്നെ സന്തോഷം എന്നറിയാമോ? ഉള്ള മുടി കൂട്ടി പിന്നെ തന്നപ്പോൾ ഒരു കൊച്ചിന് അത്രയും സന്തോഷം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് പോയാൽ, പറഞ്ഞു തരുമെന്നല്ല, കാണിച്ചു തരുമെന്നല്ല, പഠിപ്പിച്ചു തരുമെന്നല്ല, ഞാൻ ചില കാര്യം ചെയ്തു തരാം. ആര് ചെയ്തിട്ട് ഒക്കാത്തത്, പലര് കേറി ഇറങ്ങി പ്രവർത്തിച്ചിട്ട് ഒക്കാത്തത് ഞാൻ ചെയ്തു തരാം. ഞാൻ അറിയാവുന്ന ഒരുത്തം ചെയ്താൽ പിന്നെ തീരെയല്ല. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ ഇലക്ട്രിക്കൽ എന്തോ ഒരു ഷോർട്ടേജ് ഉണ്ടായി. ന്യൂട്രൽ ഫേസും കൂടി ഒരുമിച്ച് കയറി വരുന്നത് ഞങ്ങളുടെ ഇതിനകത്ത് കുറെ മെയിൻ ഹോളിനകത്ത് എല്ലാ സ്വിച്ചും കൂടി ഇട്ടെങ്കിലേ ഫാൻ കറങ്ങും. ഞങ്ങളുടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഇലക്ട്രീഷ്യനെ വിളിച്ചു. അയാൾ വന്ന് 3 മണി വരെ പണിതിട്ടും അയാൾ പറഞ്ഞു, ഞാന് ഫാൻ കറക്കി തരാം, പക്ഷെ 3 സ്വിച്ച് ഒരുമിച്ചിടണം, എനിക്കറിയില്ലെന്ന് പറഞ്ഞ് അയാളിട്ടു. രണ്ടാമത് ഞാൻ ദൂരത്തിരുന്നുകൊണ്ട് വേറൊരാളെ വിളിച്ചു പറഞ്ഞു, ഒന്ന് പോയി നോക്ക്, അവിടെ ഞാനില്ലാത്തോണ്ട് നോക്ക്. അയാൾ വന്നു. അയാൾ നോക്കിയിട്ട് പറഞ്ഞു, അയാൾ 3 സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങുന്നത് 2 സ്വിച്ച് ആക്കി തന്നു. എന്നാലും 1 സ്വിച്ച് ഇട്ടാൽ കറങ്ങി 2 എങ്ങനെ കറങ്ങി. ഇന്നലെ മിനിഞ്ഞാന്നൊരാൾ വന്നു. അയാൾ വന്ന് ഒരു 1/2 മണിക്കൂർ കൊണ്ട് എല്ലാം ചെയ്തിട്ട് പോയി. ഒറ്റ സ്വിച്ച് ഇട്ടാൽ കറങ്ങും. അവനവന്റെ സ്വിച്ച് ഇട്ടാൽ അവനവനെ കത്തും. ഇതിപ്പോ മറ്റത് അങ്ങനെയല്ല, ചാക്കോടെ സ്വിച്ച് ഇട്ടാൽ ചിന്നമ്മ കത്തും, ചിന്നമ്മയുടെ സ്വിച്ച് ഇട്ടാൽ അന്നമ്മ കത്തും. അതായിരുന്നു മിനിഞ്ഞാന്ന് വരെ. ചെയ്യേണ്ടവൻ ചെയ്താൽ എല്ലാം ഓർഡറിലാണ്. എല്ലാവരും വന്ന് ചെയ്തിട്ട് പോയാൽ ഇതുപോലെ പകല് ചെയ്യും, ബാക്കി ഇതാവും, അസ്വസ്ഥതയാവും. പക്ഷെ യേശു പറഞ്ഞു, ഒരുപാട് പേര് ചെയ്ത് കൊളാക്കിയ പലരുമുണ്ട്. കർത്താവ് പറയുന്നു, നീ പോയിരുന്ന് പ്രാർത്ഥിക്കുക, ഞാൻ വരാം. വൈദ്യന്മാര് ചെയ്ത്, നമ്മുടെ രക്തസ്രാവക്കാരി സ്ത്രീയില്ലേ, അവിടെ വന്നാൽ ഞാൻ ഈ പ്രസംഗത്തിനകത്ത് പ്രസംഗിക്കുമ്പോ ആ സഹോദരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാലും. കാരണം എന്റെ പൊന്നു മാസ്റ്ററെ, ഒരുപാട് പേര് ചെയ്ത് എന്നെ നശിപ്പിച്ചതാണ്. ആയുർവേദമല്ല, പലര് ചെയ്തിട്ട് നന്നായില്ല. പക്ഷെ യേശു വന്നു, അവക്ക് വേണ്ടി ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു. പിന്നെ ആരും മരണം വരെ തൊടണ്ട വന്നില്ല.
കർത്താവ് ഒരുപാട് ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞു, ഒരുപാട് പേര് മനഃശാസ്ത്രജ്ഞര് വന്നു, പിന്നെ സ്വത്രം മനോരോഗ വിദഗ്ധര് വന്നു, പിന്നെ സ്വത്രം ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു, പിന്നെ പിന്നെ ഡോക്ടർ വന്നു, അലോപ്പതി വന്നു. ഇവരെല്ലാം വന്ന് ചെയ്തിട്ടും ശരിയാകാത്ത ഏതെങ്കിലും ചെറിയൊരു അസ്ഥിയെങ്കിലും നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന കൊച്ചുവാക്യം 1500 പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള 14 എന്റെ യേശു പറയുന്ന ശബ്ദം കാതിലെടുത്തിട്ട് പറ, എന്റെ പൊന്നു ദൈവമേ, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേര് പ്രശ്നം തീർക്കാൻ വന്നതാ, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേര് കൈകാര്യം ചെയ്യാൻ വന്നു, ഇവരൊക്കെ ചെയ്തിട്ട് തിരിച്ചുപോയി ഞങ്ങൾക്ക് ദ്രോഹമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് നാണക്കേട്. എന്നാൽ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, എന്റെ നാമത്തിൽ അപേക്ഷിക്ക്, ഞാൻ ചെയ്തു തരാം. ഹല്ലേലൂയ, ഞാൻ ചെയ്തു തരാം. കർത്താവ് സ്തോത്രം ചെയ്തു തരാം. മാർത്തയുടെ മറിയയുടെ വീട്ടിൽ കർത്താവായ യേശു ക്രിസ്തു മിക്കവാറും ചെല്ലുമായിരുന്നല്ലോ. മറിയ യേശുവിന്റെ കാൽക്കൽ ഇത് വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർത്ത അവിടെ ആഹാരത്തിനൊക്കെ കിട്ടുമായിരുന്നു. മാർത്ത വന്ന് യേശുവിനോട് സഹിക്കാൻ വയ്യാതെ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത്രയും ഈ കഷ്ടപ്പെടുന്നത് ശുശ്രൂഷയിൽ കുഴയുന്നത് കാണുന്നില്ല, മറിയയോടും കൂടി വന്നിച്ചൊരു പാത്രം കഴുകി തരാനോ ഇത്രയും അവളോടും കൂടി പറയാൻ പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞു, അയ്യോ ചേച്ചി ഒറ്റയ്ക്കിടാതെ നീ ഇവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് പഠിക്കാതെ പറഞ്ഞില്ലല്ലോ. ഞാൻ ആ ഭാഗം പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പാത്രം കഴുകാൻ ഒരാൾ വേണം, വയ്യ, ശരീരത്തിന് പ്രയാസമുണ്ട്, നട്ടലിന് പ്രയാസമുണ്ട്, വേണം, ഒത്തിരി നിന്ന കാലിന് നീര് വരും. പക്ഷേ നിന്നെ സഹായിക്കേണ്ടത് ആരാണെന്ന് നീ നിശ്ചയിക്കണ്ട, അത് ദൈവം നിശ്ചയിച്ചു കൊടുക്കും. ചെറുക്ക് വാശിയുണ്ട്, അച്ചായനെ കൊണ്ട് തന്നെ സവാള അരിയിച്ചേ പറ്റൂ, അത് പിന്നെ കലകത്തിലെത്തുള്ളൂ, നിനക്ക് സവാള അരിഞ്ഞു കിട്ടിയാൽ പോരെ. ആര് ചെയ്യണം, ആര് സഹായിക്കണം, അത് നീ യേശുവിനെ പഠിപ്പിക്കണ്ട. ആര് ചെയ്തു തരണം അത് അങ്ങോട്ട് പറയണ്ട, നീ പറഞ്ഞാ മതി, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാതെ എന്റെ കാല് വയ്യ. അപ്പൊ കർത്താവിനറിയാം നിനക്ക് ആര് ചെയ്ത, യേശു അങ്ങ് ചെയ്തു തന്ന പ്രശ്നം തീർന്നില്ല. പിന്നെ ആരെ പഴി, നമ്മുടെ അകത്ത് കയ്പുണ്ടാകണേ എന്തിനാ, നമ്മുടെ വേറൊരാളെ പഴിയാ നമ്മളിതിനാ ഉള്ളിൽ വേദനിക്കുന്നത്. നിനക്ക് വിഷയം എന്നെ കൊണ്ടാകുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ സാമ്പത്തിക നിലവാര സ്കെയിൽ വെച്ച് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങേരോടും കൂടി പറ, പിള്ളേരോടും കൂടി പറ, അടുത്ത വീട്ടുകാരോട് പറ, സർക്കാരിനോട് പറ, ഇച്ചിരോടെ തരാൻ. നമ്മുടെ സ്ഥാപനത്തെ അങ്ങ് ചീത്ത വിളിക്കുക, അയ്യോ വൈകുന്നേരം വരെ ക്യാമറയാണ്, മൊത്തം തറയിൽ ഇരുത്തത്തിൽ അരമണിക്കൂറേ ബ്രേക്കുള്ളൂ, 12 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ഇത്രയും ഡ്യൂട്ടി ചെയ്താലും 30-ാം തീയതി ആകപ്പാട്, അമേരിക്കക്കാരോട് അല്ലാട്ട് പറഞ്ഞു, ഞാൻ ഇവിടുത്തുകാരോട് പറയുന്നത്, 30-ാം തീയതി ആകപ്പാട് 30,000 രൂപയെ തരുള്ളൂ. ഇവനൊക്കെ എന്ന് നന്നാവും, മുടിഞ്ഞാ നീ വീട്ടിലിരിക്കും, കാരണം കമ്പനി പൊട്ടിപ്പോയാൽ നിനക്ക് അവിടെ ജോലി കിട്ടും. നീ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് എനിക്ക് 30,000 കൊണ്ട് തികയുന്നില്ല, ഒരു 45,000 ബാക്കി 15,000 കർത്താവ് ചെയ്തു തരാൻ. നീ മനുഷ്യന്റെ പുറകെ നടക്കണം എന്തിനാ? നീ എന്റെ മകളാണ്, നീ എന്റെ മകനാണ്, നിന്നെ ഞാനാ വീണ്ടെടുത്തത്, നിന്നെ ഞാനാ നടത്തുന്നത്, നീ എന്തിനാ മനുഷ്യന്റെ കയ്യിലേക്ക് നോക്കുന്നേ? ഞാൻ നിനക്ക് ചെയ്തു തരാം, നീ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ചെയ്യാവുന്നതിന്റെ പരമാവധി നീ പോയി ചെയ്യ, നിന്റെ കഠിനാധ്വാനം നിനക്ക് ആരോഗ്യമുള്ള ചെയ്യും, ബാക്കി ഞാൻ ചെയ്തു തരാം. നമ്മുടെ ആകുലത മാറ്. നമുക്ക് വേണ്ടി അഡ്വൈസ് തരുന്നവനല്ല, പ്ലാൻ വരച്ചു തരുന്ന, ചെയ്തു തരുന്നവനാ ദൈവം. അങ്ങനെ പഠിക്കുക. ദൈവം കുറെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് കർട്ടന്റെ പുറകിൽ നിന്ന് ഡയലോഗ് പറഞ്ഞു തരുന്ന സംവിധായകൻ മാത്രമല്ല ദൈവം. അവൻ നിനക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരുന്നവനാ, അവൻ നിനക്ക് വേദി ഒരുക്കി തരുന്നവനാ, നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവനാ, നിനക്ക് വേണ്ടി ചെയ്തു തരുന്നവനവൻ. തിരക്കഥ എഴുതി പോസ്റ്റർ അയച്ചു തരുന്നവനല്ലവൻ, ചെയ്തു തരും. പ്രാർത്ഥിച്ച രണ്ടാമത് യേശു പറഞ്ഞു, ഞാൻ ചെറുത് ചെയ്തു തരാം. മൂന്നാമത്തത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഉപവാസത്തെ കുറിച്ച് പറയുന്നതാണ്. യേശു പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, സ്തോത്രം, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ജാതി നീങ്ങിപ്പോയി. യേശു പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ നീങ്ങിപ്പോവും. ഞാൻ കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയുടെ അതിപ്രധാനമായിരിക്കുന്ന വാക്കുകൾ മാത്രമാണ് ദൂതായി തരുന്നത്. ഒന്ന്,
പ്രാർത്ഥിച്ചാൽ കിട്ടും. 2, പ്രാർത്ഥിച്ചാൽ ചെയ്തു തരും. 3, പ്രാർത്ഥിച്ചാൽ നീങ്ങിപ്പോവും. ഒബ്സ്റ്റാക്കിൾസ് എന്നൊന്നുണ്ട്, മാർഗതടസ്സങ്ങൾ, പ്രത്യേകിച്ച് ആത്മീകർക്ക്. മലയാളം നിഘണ്ടു വിഘ്നം എന്ന് പറയും. വിഘ്നം. മലയാള വാക്കുകൾ ചില കട്ടിയാണ്, നമുക്കറിയാവുന്ന കുറെ വാക്കുകൾ. പക്ഷെ ആ വാക്കിന് മലയാളം നിഘണ്ടു കൊടുത്ത് വിഘ്നം. വിഘ്നം എന്ന് പറഞ്ഞാൽ എന്താഗ്രഹിച്ചാലും നടക്കുകയല്ല, തടസ്സം. അതിനൊരു വാക്ക് ഞാൻ പറയാം. എവിടാന്നറിയാമോ? 1 രാജാക്കന്മാർ 5:4. ഞാന് മലയാള വാക്കൊക്കെ പറയുമെങ്കിലും ബൈബിളാണ് എന്റെ ആധാരം. ബൈബിളാണ് എന്നെ എല്ലാ കാര്യം പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വാക്ക് 1 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിനകത്ത് അങ്ങനെ ഒരു പദം ഉണ്ടോ എന്ന് നോക്കി. 5-ന്റെ 4-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് നോക്കി. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ, മലയാളം ബൈബിളിനകത്ത് എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. വിഘ്നം. ആലയം പണിയുന്ന കാര്യത്തിന് ദാവീദ് ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നാദാൻ പറഞ്ഞു, പണിതോ, കുഴപ്പമില്ല, ലോൺ കിട്ടും, പിന്നെ പിരിവ് കിട്ടും, പിന്നെ സാറിന്റെ കുറച്ച് കാശ് എല്ലാം കൂടി വെച്ചുകൊണ്ട് തട്ടിക്കൂടി ചെയ്യാം. പക്ഷെ രാത്രി ദൈവം പറഞ്ഞു, പണിയരുത്, ദാവീദിനെ കൊണ്ട് പണിയിക്കരുത്. കുറെ കാലം കഴിഞ്ഞ് ദാവീദ് മരിച്ചതിന് ശേഷം മോൻ ശലോമോൻ പറയുക, ഹീരാമിന്റെ അടുക്ക് ചെന്ന് പറയുക, എന്റെ അപ്പൻ ആലയം പണിയാൻ ആഗ്രഹിച്ചു. അന്ന് ഭയങ്കര വിഘ്നം ഉണ്ടായിരുന്നു, ഇന്ന് വിഘ്നം ഇല്ല. ഒബ്സ്റ്റാക്കിൾസ് നമ്മൾ കാണുകയല്ല, പക്ഷെ എന്നാ നടക്കാത്തെന്ന് നമുക്ക് അറിയാല. നമ്മുടെ ദൃഷ്ടിയിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ 10 പ്രാവശ്യം പോലും നടക്കുകയല്ലെന്ന്. കാരണം വിഘ്നമാണ്, തടസ്സങ്ങളാണ്. ചെയ്തു വെച്ച പ്രവൃത്തി വിഘ്നമായി നിൽക്കുന്നു. ആരോ പറഞ്ഞു വെച്ച വാക്കുകൾ വിഘ്നമായി നിൽക്കുന്നു, ഒബ്സ്റ്റാക്കിൾസ് ആയി നിൽക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ വാക്കായിരിക്കും പിടികിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു. എന്തൊക്കെ ചെയ്താലും എന്റെ ഭാഷ ഇതിക്കുള്ളങ്ങനെ പ്രാർത്ഥിക്കുന്നേ, ഇതിക്കുള്ളങ്ങനെ കരയുന്നേ, നമുക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, വിഘ്നങ്ങൾ നീങ്ങിപ്പോകും. നിങ്ങൾ പേടിക്കണ്ട, നീങ്ങിപ്പോകുവോളം പ്രാർത്ഥിക്കണം. അറിയാൻ വയ്യാത്തവരെ പോലെ ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് അച്ഛനിരുന്ന് ആശാരി തടി പിടിക്കും പോലെ ഇരുന്ന് പിടിക്കരുത്. ആത്മാവിൽ കാണണം. എന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ നിറവേറാൻ ഞങ്ങൾ കാണാത്ത മേഖലയിൽ എവിടെയോ ഒബ്സ്റ്റാക്കിൾസ് പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തടയാൻ പെടുന്ന പല കാര്യം. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഏതൊക്കെയോ വീടിനകത്ത് തന്നെ ദുഷ്ടൻ ഒളിച്ചു വെച്ചിരിക്കുന്ന കോട്ടകൾ പൊട്ടുകയാ. അതിന് വേറെ വഴി. കേസ് കൊടുത്താലൊന്നും ഒബ്സ്റ്റാക്കിൾസ് പോകുകയല്ല. കാണാൻ വയ്യത് ആത്മീകത്തിലെ ഞാൻ പറയുന്നത്. അപ്പുറം വീട്ടിൽ താമസിക്കുന്ന ആളെയല്ല ഞാൻ പറയുന്നത്. കസേര അപ്പുറം ഇരിക്കുന്ന ആളെയല്ല പറയുന്നത്. ചിലരുടെ ഉള്ളിൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന ആ കയ്പുണ്ട്. എന്ത് വന്നാലും ഒന്ന് റിജക്റ്റ് ആകുക. ചില പിള്ളേരുടെ അകത്ത് അമ്മയെ കുറിച്ച് വെറുപ്പ് തോന്നിയ പിന്നെ അവർ പറയുന്നതല്ല, ഒരു വക എല്ലാം പറയുന്ന ഒരു തർക്കുത്തരായിരിക്കും. അത് റിജക്റ്റ് ചെയ്യുക. ആ കയ്പ് അകത്തുനിന്ന് പോണം. ആരുടെ അകത്താണ് ഇരിക്കുന്നത്, അത് ഇരിക്കുന്നിടത്തോളം കാലം ഒരു പ്ലാനും നടക്കുന്നില്ലെന്ന്. ഞാൻ ഈ പറയുന്ന ദൂത് മനസ്സിൽ സെറ്റ് ചെയ്തുകൊണ്ട് എന്തോരം പ്രാർത്ഥിച്ച ഇനി എന്നാ പ്രാർത്ഥിക്കാൻ അത് ചോദിക്കരുത്. ഞാൻ സഭയെ പഠിപ്പിക്കാറുണ്ട്, സത്യം അറിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ അത് ഭയങ്കര ഫലമായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ സത്യം അറിയാ, ചില തടസ്സങ്ങളുണ്ട്, മുമ്പോട്ട് പോകാൻ വിഘ്നങ്ങളുണ്ട്, പക്ഷെ മാറി തന്നേ മതിയാകും. അതിനൊരു വഴിയേ ഉള്ളൂ, നമുക്ക് വേറെ വഴിയില്ല. യേശു പറഞ്ഞിട്ട് പോയി, വേറെ ആരുടെയും പുറകെ പോകണ്ട, ഒരുത്തനെ നമ്പണ്ട, ഒരു കേസിനും പോകണ്ട. പ്രാർത്ഥിക്ക്, കുറച്ചുകൂടെ പ്രാർത്ഥിക്ക്, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്ക്. ഏത് ആത്മീക നന്മയ്ക്ക് ആത്മാക്കൾ വരുവാൻ, കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടുവാൻ, നിന്റെ വീട്ടിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, നിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ, നീ ആദ്യ സാറയുടെ കാര്യം പറഞ്ഞ പോലെ ദൈവം പറഞ്ഞ കാര്യം നടക്കാൻ തടസ്സമായിരിക്കുന്ന തടസ്സങ്ങൾക്കെതിരെ നിൽക്കുന്ന അന്ധകാരത്തിന്റെ വിഘ്നങ്ങളെ ആത്മമണ്ഡലത്തിൽ കണ്ടോണ്ട് എന്നോടൊപ്പം സ്തോത്രം ചെയ്ത് ആവേശത്തോടെ നിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിറങ്ങി, ദൂതനിറങ്ങി ആ തടസ്സങ്ങളെ വെട്ടിക്കളയും. മുമ്പോട്ട് പോക്കാൻ തടസ്സമായിരിക്കും. 3-ാമത് യേശു പറഞ്ഞു, പ്രാർത്ഥിച്ചു, കുറയ്ക്കരുത്, പ്രാർത്ഥിച്ചു. വിഘ്നങ്ങൾ, തടസ്സങ്ങൾ
ഒബ്സ്റ്റാക്കിൾസ് എല്ലാം മാറിപ്പോവും, എല്ലാം മാറിപ്പോവും. ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, മെഡിക്കൽ സൈഡിലേക്ക് ഇരിക്കുന്ന പലരും കാണുമല്ലോ. എന്താ കാര്യം? സ്വോത്രം, ആളെ കീറണ്ട, നെഞ്ചു പൊളിക്കണ്ട, ഞരമ്പിലൂടെ സൂത്രം കയറ്റി വിട്ടാൽ മതി. എവിടെ ബ്ലോക്ക് ഉണ്ടോ സംഭവം പൊട്ടി അപ്പുറം പൊക്കോളും. ഇന്ന് അതുപോലത്തെ ദൈവാത്മാവിൽ പറയുന്ന ഒരു സ്പിരിച്വൽ ആൻജിയോപ്ലാസ്റ്റി തന്നെ നടക്കുക. തമ്പുരാൻ വചനം കയറ്റിവിടുക. ആ കേറി പോകുന്ന വഴിക്ക് കിടക്കുന്ന സകല ഒബ്സ്റ്റാക്കിൾസിനെയും ആ വചനം കയറി പൊട്ടിച്ച് പൊട്ടിച്ച് മുന്നോട്ട് പോകണം. ഓ റൂകാബാല ശമനരദിയ ദുഡരബദഗ ശംദലരഗദനവ ഷൈഡവനവസ്യ. ജഡത്തിലോ ആത്മാവിലോ ആത്മീയതയിലോ പ്രാർത്ഥനയിലോ സ്പിരിച്വാലിറ്റിയിലോ ഫാമിലിയിലോ എവിടെയാണോ കിടക്കുന്നത് അതിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്നിവിടെ വെച്ച് പറയുന്നു. ആ ആൻജിയോപ്ലാസ്റ്റി തന്നെ അത് മനസ്സിൽ കണ്ടോണങ്ങ് പൊട്ടിപ്പോട്ടെ. അത് ബ്ലോക്ക് അങ്ങ് മാറട്ടെ. തുന്നിക്കട്ടലില്ല, 3 മാസത്തെ റെസ്റ്റ് ഇല്ല, ആൻജിയോപ്ലാസ്റ്റിക് ഇല്ലല്ലോ. അതുപോലെ ഈ രോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വചനം ദൈവം കയറ്റിവിടും. അവൻ ഞരമ്പേ കൂടെ കയറി ചെന്ന് എവിടെയാണോ കൊഴുപ്പടിഞ്ഞു കിടക്കുന്നത്, എവിടെയാണോ പാപം കൂടി കിടക്കുന്നത്, എവിടെയാണോ നീ പ്രാർത്ഥിച്ച് ഗോപുരം പോലെ പടന്നുകൊണ്ട് വരുന്നതിന്റെ ഇടയിൽ നിന്നെ തലകുത്തി വീഴിക്കാൻ വേണ്ടി പതിയിരിക്കുന്ന വിഘ്നങ്ങൾ എവിടാണോ അതിനെ കയറി പൊട്ടിച്ചപ്പുറം അടക്കും. ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തതാണ്. 4-മത്തത് ലൂക്കോസ് 21:36. സമയം തീർന്നു, ഞാനിവിടെ 2 പറഞ്ഞു നിർത്താം. ലൂക്കോസ് 21:36. സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ സംഭവിപ്പാനിരിക്കുന്നതെല്ലാം ഒഴിഞ്ഞു പോകും. 4-മത് യേശു പറഞ്ഞു, നീ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിന്റെ മുമ്പിലൂടെ പോകുന്ന വഴിയിലൂടെ കയറി വരുന്ന ഊടാടി സഞ്ചരിക്കുന്നവൻ നിന്റെ ഗേറ്റിൽ വരുമ്പോൾ രക്തമടയാളമായി കണ്ട വീട്ടിൽ നിന്ന് സംഹാരകൻ ഒഴിഞ്ഞു പോയതുപോലെ നിന്റെ വീട്ടിൽ കയറാതെ ഒഴിഞ്ഞു പോക്കോളും. ഒരു $5000 നഷ്ടം വരുത്താനുള്ള കേസും കൊണ്ടാ വന്നത്. പക്ഷെ നിനക്ക് ചീട്ടെഴുതാതെ ദൈവം തമ്പുരാൻ പ്രാർത്ഥിക്കുന്നവനാകയാൽ നിന്റെ പേരിൽ ബില്ല് എഴുതാതെ ദൈവം കിട്ടും. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ചില കാര്യങ്ങൾ സ്തോത്രം, പെനാൽറ്റി അടയ്ക്കാൻ നോക്കിയാൽ, ഫൈൻ അടയ്ക്കാൻ നോക്കിയാൽ, ചീട്ടെഴുതാൻ നോക്കിയാൽ ആയിരക്കണക്കിന് ഡോളറുകൾ, രൂപകൾ എഴുതേണ്ടതാ. പക്ഷേ നിന്റെ വീട്ടിൽ കയറാതെ, നിന്റെ അക്കൗണ്ടിൽ കയറാതെ, നിന്റെ കണക്കിൽ നിന്ന് വിഡ്രോ ആകാതെ പരിശുദ്ധാത്മാവ് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒഴിഞ്ഞു പൊക്കോളും, ഒഴിഞ്ഞു പൊക്കോളും. ഇല്ലായ്മകൾ അറിയാം, ദൈവം അത് ചെയ്തോളും. ഇന്നത് സംഭവിക്കും. ഇത് 4-മത്തെ കാര്യം. 5-മത്തെ കാര്യം മർക്കോസ് 13:18-19 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു, നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്താകാതിരിപ്പാൻ പ്രാർത്ഥിപ്പി. സ്തോത്രം. ലോകത്തിൽ ഒരിക്കലും ഇതുവരെ ഉണ്ടാകാത്ത കഷ്ടം വരും. മൃതന്മാർ നിമിത്തം അഥവാ പ്രാർത്ഥിക്കുന്നവർ നിമിത്തം ആ കാലം ചുരുങ്ങും. പ്രാർത്ഥിച്ചാൽ ചില ഡ്യൂറേഷൻ ചുരുങ്ങും. നിന്നെ 5 കൊല്ലത്തേക്ക് അടച്ചിടാനായിരിക്കും പദ്ധതി ഇട്ടത്. പക്ഷെ ലോക്ക്ഡൗൺ വരും. പക്ഷെ 5 കൊല്ലത്തേക്ക് പൂട്ടാൻ നോക്കിയ സ്ഥാനത്ത് 50 ദിവസം കൊണ്ട് തമ്പുരാൻ പുറത്തെടുക്കും. ആ ദിവസം 5 കൊല്ലം എന്നുള്ളത് 50 ദിവസമായി മാറും. നെഹമ്യാവിന്റെ മതിലുപണി നോക്കിയാൽ മതി. നമ്മളൊരു മതിലുപണിയാൻ നോക്കിയിട്ട് 3 പ്രാവശ്യം അവധിക്ക് വന്നു, എന്നിട്ട് നടക്കുന്നില്ല. കാരണം അടുത്ത വീട്ടുകാരൻ ആദ്യം വന്നപ്പോ ഒരു കടലാസ് കൊടുത്തു. പിന്നെ നമുക്ക് അവധി കഴിഞ്ഞപ്പോ 3 ആഴ്ച നമ്മൾ പോന്നു, കല്ലും കട്ട ഇറക്കി കിട്ടും. ഇപ്പൊ തിരിച്ചു വന്നപ്പോ 4 എടുത്തുണ്ടോ, തീർന്നു. 2-മത്തെ അവധിക്ക് ചെന്ന് എങ്ങനെയും മതിൽ കെട്ടാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്കും സ്തോത്രം വില്ലേജ് ഓഫീസർ കൈക്കൂലി മേടിച്ചു, പക്ഷെ പെർമിഷൻ തന്നില്ല, തീർന്നു. 6 കൊല്ലമായി ഒരു മതിൽ കെട്ടാൻ നോക്കിയിട്ട് നടക്കുകയല്ല. 52 ദിവസം കൊണ്ട് ഒരു പട്ടണത്തിന്റെ മതിൽ കെട്ടി. 5.5 കൊല്ലം കൊണ്ട് തീരാത്തത് കാലം ചുരുങ്ങും. ലോൺ അടച്ച് 85 വയസ്സ് വരെ അടച്ചാൽ തീരാത്ത ലോൺ തമ്പുരാൻ എഴുതി തള്ളിയാൽ തീർന്നില്ലേ? എന്നും കുരിശ് ചുമക്കേണ്ടി വരികയല്ല. യേശു പറഞ്ഞിട്ട് പോയത് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോന്നല്ല. ഈ മാർഗത്തിൽ വന്നാൽ പ്രാർത്ഥിച്ചേ പറ്റൂന്നല്ല. പിന്നെയോ 5 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിട്ട് പോയി.
എന്റെ മക്കള് പോയിരുന്ന് പ്രാർത്ഥിക്ക്, നിനക്ക് ചിലത് കിട്ടും. മോൻ പോയിരുന്ന് പ്രാർത്ഥിക്ക്, ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു തരും. നീ പോയിരുന്ന് പ്രാർത്ഥിക്ക്. നിന്റെ ജീവിതത്തിന് നേരെ നിന്റെ അപ്പന്റെ വീട് മുതൽ ഇങ്ങോട്ട് വിഘ്നങ്ങളുണ്ട്. പക്ഷെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഞാൻ ആൻജിയോപ്ലാസ്റ്റിയും പൊട്ടിച്ചു കളയും. നാലാമത്തെ കാര്യം, നീ പോയിരുന്ന് പ്രാർത്ഥിക്ക്. നിന്റെ തലയ്ക്ക് മീതെ വരുന്ന പല കേസുകളും ഞാൻ ഒഴിച്ചു വിട്ടോളാം. അഞ്ചാമത് യേശു പറഞ്ഞു, ചില കാര്യങ്ങൾ മക്കളെ ജീവിതമാണ്. ഈ മണ്ണിലാ ജീവിക്കുന്നത്, ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. പൗലോസ് പറഞ്ഞില്ലേ, നാം റോമിലെത്തും, പക്ഷേ ഒരു ദ്വീപിൽ മുട്ടി വീഴേണ്ടതാകും. ചെറിയ മുട്ടും തട്ടൊക്കെ ഉണ്ടാവും, ചില ചടക്കമൊക്കെ പറ്റും. അതിപ്പോ ജീവിക്കുന്നത് ദൂതനൊന്നും അല്ലല്ലോ, മനുഷ്യനല്ല, അത്ര നല്ല കക്ഷികളൊന്നും അല്ലല്ലോ. ആവുന്ന കാലത്ത് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ചോര നീരും മറ്റിപ്പോഴല്ലേ യേശുവിനെ വിളിക്കാൻ വന്ന. ഇച്ചിരി തട്ടുമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും സ്വർഗത്തിലെത്തും. അപ്പോ 5 കാര്യങ്ങൾ പറഞ്ഞു നിർത്തുക. വെറുതെ പ്രാർത്ഥിക്കരുത്. ഈ 5 കാര്യങ്ങൾ എപ്പോഴും ആദ്യം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഞാൻ വാസ്തവത്തിൽ ഇവിടുത്തെ ചർച്ചിനോട് എപ്പോഴും പറയും, നിങ്ങൾ പ്രസംഗം കേട്ടിട്ട് പോവുകയല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ കാര്യം നിങ്ങൾ പ്രാക്ടിക്കലാക്കും. 1500 പ്രസംഗം കിട്ടാനാണോ കേരളത്തിലെ വിശ്വാസികൾക്ക് പാട്? ഈ സൂമും ടി വി ഒക്കെ ഉള്ളപ്പോൾ എന്തോരം പ്രസംഗം വേണം. പക്ഷെ ഈ 5 എപ്പോ പ്രാർത്ഥിക്കാനിരുന്നാലും ഈ 5 കാര്യങ്ങൾ നിങ്ങളങ്ങ് പറയണം. കർത്താപ്പച്ച, ഞാൻ ദൂത് കേട്ടു, അങ്ങ് പറഞ്ഞിട്ട് പോയി. ഞാൻ വേറെ പുസ്തകത്തിൽ നിന്ന് കേട്ടു, ഞാൻ കമന്ററി എന്നല്ല കേട്ടത്. അങ്ങ് പറഞ്ഞിട്ട് പോയി, പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന്, പ്രാർത്ഥിച്ചാൽ അവിടുന്ന് ചില കാര്യങ്ങൾ ചെയ്തു തരുമെന്ന്, പ്രാർത്ഥിച്ചാൽ ചിലത് നീങ്ങിപ്പോകുമെന്ന്, പ്രാർത്ഥിച്ചാൽ ദൈവമായ കർത്താവെ ചില കാലങ്ങൾ ചുരുങ്ങുമെന്ന്, ചിലത് ഒഴിഞ്ഞു പോകും. ഈ 5 കാര്യങ്ങൾ അവിടുത്തെ തിരുവായ് മൊഴിയാ. അത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ പോവാ എന്നും പറഞ്ഞ് വാതിലടക്കണം. അത് വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞത് വിശ്വസിക്കണം. അല്ല, ഷാജിപ്പാസ് പറഞ്ഞു, ഞങ്ങളോട് തങ്കച്ചൻ പ്രവാചകൻ പറഞ്ഞു ഉച്ചവരെ ഉപവസിച്ചോ കിട്ടുള്ളൂ. തങ്കച്ചൻ പ്രവാചകൻ പറഞ്ഞു ഉപവസിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശു പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിച്ചോ കിട്ടും. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിക്കും. വചനം വെച്ച് പ്രാർത്ഥിക്കും. ഈ ദൂത് വിശ്വസിക്കാമെങ്കിൽ വെച്ച് പ്രാർത്ഥിക്കും. ഒക്ടോബർ മാസം തീരുന്നതിനേക്കാകുമ്പോൾ ഈ 5 വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭരിക്കാൻ തുടങ്ങും. എഴുതിത്തണ്ട് ചില കേസ് ആൻജിയോപ്ലാസ്റ്റി, ആ വാക്കിനെ ഉപയോഗിക്കുക. ചില ഒബ്സ്റ്റാക്കിൾസ് പൊട്ടിത്തെറിക്കും. ഞാനിപ്പോ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താം. പരിശുദ്ധനായ ദൈവമേ, എന്റെ സ്വർഗീയ പിതാവേ, ഇത്രയൊന്നും പറയാൻ പറ്റുമെന്ന് ഓർത്തല്ല ഈ 5 വാക്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എഴുതി വെച്ചത്. കർത്താവേ, ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. ഈ ഇരിക്കുന്ന ആളുകൾ ആരോ ഞങ്ങൾ ഉൽപ്പത്തിയിൽ ഒരു ദൂതും കൊണ്ടാണല്ലോ വിഷയത്തിലേക്ക് കയറിയത്. ഞങ്ങളുടെ മനസ്സുകൊണ്ട് സാറ പറഞ്ഞതുപോലെ പറഞ്ഞു, എല്ലാം നിന്നുപോയി, എല്ലാം അവസാനിച്ചു, ഇനി ഒരു വസന്തകാലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിടത്ത് ദൈവം സന്ദർശിച്ച് പാകപ്പെടുത്തി. ഇനി അതിനെ തട്ടിയെടുക്കാൻ ഒരഭിമേലേക്കിന് ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് നേരിട്ട് ഇടപെടും. ഈ ഇരിക്കുന്ന കുടുംബങ്ങൾ ഉഴുതു മറച്ച് പാകപ്പെടുത്തി കട്ട ഉടച്ചിട്ടിരിക്കുന്ന വയലുകളാണ് ദൈവം തമ്പുരാന് വേണ്ടി. അതിനകത്ത് ശത്രു എന്തെങ്കിലും കയറി പ്രവർത്തിച്ചാൽ കർത്താവ് ഇടപെടുമെന്നുള്ള ഉറപ്പിനായി സ്തോത്രം. അവിടുന്ന് പറഞ്ഞല്ലോ 5 കാര്യം. എന്റെ കഴിവിന്റെ പരമാവധി അങ്ങനെ എനിക്ക് തന്ന കൃപയ്ക്ക് തക്കവണ്ണം ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരുപാട് പേർ കർത്താവ് ലോകമെമ്പാടും ഉണ്ട്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർ. അവർക്ക് വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ആത്മാവിൽ കർത്താവ് തരുന്ന പ്രകാശനത്തിന് തക്കവണ്ണം എന്റെ ഉള്ളു തുറന്ന് സ്നേഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ മേൽ ഈ ദൂത് കംപ്ലീറ്റ് ഒരു പാസ്വേഡ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് പോലെ ഹാൻഡ് ഓവർ ചെയ്യാം. രക്ഷപ്പെടണം, രക്ഷപ്പെടണം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങൾ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. നിർത്തുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു ഷാജി പാസ്റ്റർ. കേൾപ്പിച്ച വചനത്തിന്റെ മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മളുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം, പ്രാർത്ഥിച്ചാൽ എന്ത് ലഭിക്കും, കർത്താവ് എന്ത് ചെയ്യും, പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മൾക്ക് ചിലത് ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചത് വേഗത്തിൽ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി തരുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ കർത്താവ് ചിലത്
ചെയ്തു തരും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയല്ല, അതിനപ്പുറമായി ചെയ്യുവാൻ കഴിവുള്ളവന്, നമ്മൾ നനച്ചതിനും അപ്പുറമായി നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം അത് നമ്മൾക്ക് ചെയ്തു തരും. പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ വിഘ്നങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് മാറിപ്പോകും. കാരണം മനുഷ്യന്റെ കരം കൊണ്ട് മാറ്റുവാൻ കഴിയാത്തതിനെ മാറ്റി നമ്മൾക്ക് വിടുതൽ തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നമ്മളുടെ അപേക്ഷകൾ കഴിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വരുവാനിരിക്കുന്ന അനർത്ഥങ്ങൾ മാറിപ്പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രതികൂലങ്ങൾ ഉണ്ടാകുകയില്ല എന്നല്ല, പ്രതികൂലങ്ങളുടെ കാലങ്ങൾ ചുരുങ്ങും. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ ഓർത്ത്, ഈ വാഗ്ദത്തങ്ങൾ ദൈവത്തെ ഓർപ്പിച്ച്, ദൈവമേ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിന്റെ ദാസനിൽ കൂടെ ഞങ്ങളെ അത് ഓർമ്മിപ്പിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങളത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഈ കാലങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. റോയ് പാസ്റ്റർ നമ്മളോട് കൂടെയുണ്ട്. പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യായാമത്തിനായ ദൈവത്തെ വാഴ്ത്തുന്നു. അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ രാത്രിയാമത്തിലും ഇന്ത്യയുടെയും വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് പ്രഭാതയാമത്തിലും ദൈവസന്നിധാനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവെ, എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ കൂട്ടായ്മയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ഡിവൈസ് മുഖാന്തരം അനേകരുടെ ഭവനങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ചെല്ലുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവമായ കർത്താവ് ഒരുക്കുന്ന നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ ആഴ്ചകളിലും തന്റെ അഭിഷിക്തന്മാരിൽ കൂടെ ദൈവം കൊടുക്കുന്ന നല്ല ദൂതുകൾ, സന്ദേശങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്തൃദാസൻ ഷാജിയമ്പോളിൽ കൂടെ ഈ രാത്രി ഞങ്ങളോട് സംസാരിച്ച ദൈവശബ്ദത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവെ, അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടത്തക്ക നിലവാരത്തിൽ നിരദാസനത ഉപയോഗിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഫിലദൽഫിയ പട്ടണത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഞങ്ങളുടെ വാസപ്രാർത്ഥന പ്രാരംഭ ദിനങ്ങളൊക്കെ ദാസനോട് ചേർന്ന് മഹത്വപ്പെടുത്തുവാനിടയായി 19ാമത്തെ രാത്രിയും ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് തലയ്ക്ക് മീതെ വരുന്ന അനർത്ഥങ്ങൾ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യുവാനുള്ള കൃപ നൽകുമാറാകണമേ. ആമേൻ. ചിലതൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകത്തക്ക നിലവാരത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ഉറ്റിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയതമാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഡിവൈസിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. വിവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും നിരാശകളും ആശങ്കകളും ആകുലതകളും ഒക്കെ ഉടകമനാരകലകളകസിയ വ്യാപരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൽ ധൈര്യം പ്രാപിച്ച് അവരുടെ ചുവടുകൾ മുൻപോട്ട് വെച്ച് ഗമിപ്പാൻ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരവർക്ക് കൊടുത്തിരിക്കുന്ന പാന്താവിൽ ഓടി ഓട്ടം തികച്ച് ആമേൻ കർത്താവെ കിരീടം പ്രാപിക്കുന്ന ദിനങ്ങളിലേക്ക് എത്തപ്പെടുവാൻ നിന്റെ ജനത്തിനെല്ലാം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെറും കേൾവിക്കാരായിരുന്ന് ആമേൻ ഓരോ ദിവസം പോകുവാനല്ല, കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ആമേൻ തങ്ങളെ തന്നെ ദിവസത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പുതുക്കം പ്രാപിച്ച് ആമേൻ നിത്യത്തിലെത്തുവാനുള്ള പ്രയോജനത്തിക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ എല്ലാവർക്കും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ കൃപ നൽകിയാട്ട്. പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും
പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളുടെ മേലും ആവശ്യങ്ങളുടെ മേലും വിശേഷാൽ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന ഈ കൂട്ടായ്മയുടെ മേലും ഇന്ന് രാത്രികാല ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം അറിയിച്ച കർത്തൃദാസന്റെ മേലും ശുശ്രൂഷകളുടെ മേലും ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെടുന്ന കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ. ആമേൻ. താങ്ക് യു റോയ് പാസ്റ്ററെ. Thank you. എല്ലാവർക്കും ദൈവനാമത്തില് നന്ദി പറയുന്നു. കടന്നു വന്നതിന്. അടുത്ത ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസനെയും ഓർത്ത് ബിസിയാണ്. അദ്ദേഹം അടുത്ത മീറ്റിങ്ങിന് പോകാനുള്ള ഒരുക്കത്തിൽ ആണ്. പോയി കർത്തൃദാസന്മാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മാത്യു ബ്രദറെ. ലെന, ഗോഡ് ബ്ലെസ് യു ഓൾ. ലേഖ,